السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يستر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا خير من دفنت بالقاء يعظمه فطاب من طيبهن القاء والأكم. نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وكل ولي له قدم وإني على قدم النبي بدر الكمال. أنا الجيلي محيي الدين اسمي وأعلامي على رأس الجبال. وعبد القادر المشهور اسمي وجدي صاحب العين الكمال. واعلموا أمة سيدنا محمد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ മഹല്ലത്തിലെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി അവർകളെ, വേദിയിലുള്ള മറ്റു പണ്ഡിതന്മാരെ, ഒരുമിച്ച് കൂടിയ നാട്ടുകാരെ, മുഹയ്യിദ്ദീൻ ജുമാ മസ്ജിദ്
ഹസൻ നഗർ കൊടിപ്പാടി ഇതിൻ്റെ കീഴിൽ ഇവിടെ എല്ലാ മാസവും നടന്നു വരുന്ന ഖുത്ബിയത്തിൻ്റെ വാർഷിക പരിപാടിയാണ്. അതിൻ്റെ 50ാമത്തെ ഗോൾഡൻ ജൂബിലി വാർഷിക പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അരനൂറ്റാണ്ട് കാലം ഈ മഹല്ലത്തിൽ മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പേരിൽ ഖുത്ബിയത്തിന്റെ മജ്ലിസ് സ്ഥാപിക്കുകയും അത് ഒരു മാസവും മുടങ്ങാതെ 10-ാം തീയതി അത് നടത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഈ നാട്ടുകാർ, ഇത് സ്ഥാപിച്ച അന്നു മുതൽ ഇന്നുവരെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ പലരും ഇന്ന് 6 അടി മണ്ണിൽ ഖബറിലാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. മഹാന്മാരായ ഔലിയാക്കൾ, അവരെ നാം മുറുകെ പിടിച്ചാൽ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ അത് കാരണമാകും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട്, മതസ്സാഅതു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയെ എന്ന് ചോദിച്ചു. അന്ത്യനാൾ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്നാണ് ആ സ്വഹാബിയുടെ ചോദ്യം. ഇത് കേട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചോദിച്ചയാളോട് തിരിച്ചു ചോദിച്ചു, മാദാ അഅദത ലിദാലിക, നിന്റെ ചോദ്യം കേട്ടാല് മരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വർഗത്തിലെത്താൻ വേണ്ടി എല്ലാ അമലുകളും ചെയ്തിട്ട് റെഡിയായി ഒന്ന് മരിച്ചു കിട്ടാൻ കാത്തു നിൽക്കുന്നത് പോലെയുണ്ടല്ലോ ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിക്കാൻ. നിന്റെ ചോദ്യം കേട്ടാൽ മരിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായതുപോലെയുണ്ട്. അതുകൊണ്ട് ആ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് നീ ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, നബിയെ, എന്റെ കയ്യിൽ കുറെ നിസ്കാരങ്ങളോ കുറെ നോമ്പുകളോ സ്വതക്കകളോ ഒന്നും എന്റെ കയ്യിലില്ല. തീരെ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. മഹാന്മാരായ ഔലിയാക്കളൊക്കെ നിർവഹിക്കുന്നത് പോലത്തെ ഇബാദത്തിന്റെ വലിയ വലിയ കൂമ്പാരങ്ങൾ അതൊന്നും എന്റെ കയ്യിലില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, എങ്കിലും നബിയെ, ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പ്രിയം വെക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്ത് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടം വെക്കുന്നത്, പ്രിയം വെക്കുന്നത്, നീ അവരെ കൂടെ നാളെ സ്വർഗത്തിലാണ്. സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇത്രയും സന്തോഷകരമായ ഒരു വാക്ക്, അന്ന് നമുക്ക് ഉണ്ടായ സന്തോഷം, അത്രയും ഒരു സന്തോഷം നമുക്ക് വേറൊരു ദിവസം ഉണ്ടായിട്ടില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്, അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെ പ്രിയം വെക്കുന്നുണ്ടോ അവരെ കൂടെയാണ് നീ. അതുകൊണ്ട് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് പ്രിയം വെക്കുന്നവരാണ്. ആ തങ്ങളെ കൂടെ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമെന്ന് സ്വഹാബത്ത് പ്രതീക്ഷിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെ പ്രിയം വെക്കുന്നുവോ അവരെ കൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും. നമ്മൾ ആരെ എതിർക്കുന്നുവോ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. നിങ്ങൾ നോക്കൂ, ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ്
ഇബ്ലീസ് ശപിക്കപ്പെടാൻ കാരണം എന്താണ്? ഇബാദത്ത് ചെയ്യാത്തത് കൊണ്ടല്ലല്ലോ. നല്ലോണം ഇബാദത്ത് ചെയ്ത ആളാ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല നബിയാക്കി നിയോഗിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു. അവിടത്തേക്ക് ധാരാളം അറിവുകൾ, ഇൽമ് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. ആ ഇൽമിനെ മലക്കുകൾക്കും പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകളോട് പറഞ്ഞു, നിങ്ങളുടെ ഉസ്താദായ ആദം നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. എങ്ങനെയാ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്? ആദം നബി അലൈഹിസ്സലാമിനിക്ക് ഒരു സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു. ഫസ്ജുദൂ ലി ആദമ ഫസജദൽ മലായികതു കുല്ലുഹും ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബർ വകാന മിനൽ കാഫിരീൻ. മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാമിനിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ എല്ലാ മലക്കുകളും ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചുകൊണ്ട് സുജൂദ് ചെയ്തു. പക്ഷേ ഒരാൾ സുജൂദ് ചെയ്യാതെ മാറി നിൽക്കുന്നു. എന്തേ നിങ്ങൾ സുജൂദ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെന്ന് പറഞ്ഞു, ഞാൻ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവനാണ്. ഈ മണ്ണുകൊണ്ട് പടച്ച ആദമി സുജൂദ് ചെയ്യാൻ എന്നെ കിട്ടൂല. അല്ലാഹു ആദരിച്ചതിനെ, ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അഹങ്കാരം നടിച്ചു. വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അല്ലാഹു ആദരിച്ചതിനെ, ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാത്തതിന്റെ പേരിൽ, ആദരിക്കാത്തതിന്റെ പേരിൽ അല്ലാഹു തആല ഇബ്ലീസിനെ ശപിച്ചു കളഞ്ഞു. ഫഖ്റുജ് ഫഇന്നക റജീം. പോടാ, പുറത്ത്, നീ ശപിക്കപ്പെട്ടവനാണ്. വ ഇന്ന അലൈക ലഅനതി ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ നിനക്ക് എന്റെ ശാപമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ശപിച്ചു കളഞ്ഞു, ആട്ടി ഓടിച്ചു കളഞ്ഞു. ഇബാദത്ത് ചെയ്യാത്തതിന്റെ പേരിലല്ല. അള്ളാഹ്ക്ക് നല്ലോണം സുജൂദ് ചെയ്ത ആളാ ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ്. പക്ഷേ അള്ളാഹു ആദരിച്ച, ബഹുമാനിച്ച ഒരു നബിയിനെ നിസാരപ്പെടുത്തി ബഹുമാനിച്ചില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അഹങ്കരിച്ചു, ധിക്കാരം കാണിച്ചു. അതുകൊണ്ട് അള്ളാഹു തആല ശപിച്ചു കളഞ്ഞു. അതേ സ്ഥാനത്ത് നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമ്മളെ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ കഹ്ഫ്. അൽ കഹ്ഫ് സൂറത്ത് വെള്ളിയാഴ്ച ദിവസം ഓതൽ പ്രത്യേകം സുന്നത്താണ്. ഒരാൾ ഒരു വെള്ളിയാഴ്ച ദിവസം അൽ കഹ്ഫ് ഓതിയാൽ അവൻ അടുത്ത വെള്ളിയാഴ്ച ദിവസം വരെ ഫീ അമാനില്ല, അവൻ അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവലിലാണ്. സ്ത്രീകൾക്കും അൽ കഹ്ഫ് സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. നമ്മൾ വീടുകളിൽ വെച്ച് അൽ കഹ്ഫ് ഓതണം. പുരുഷന്മാരും ഓതണം. പള്ളിയിലോ വീടുകളിലോ വെച്ചോ അൽ കഹ്ഫ് ഓതണം. അത് പ്രത്യേകം സുന്നത്താണ്. അത് വലിയ കാവലാണ് നമുക്ക്. ആ അൽ കഹ്ഫ് സൂറത്തിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. 7 ഔലിയാക്കളെ ചരിത്രമാണ് അതിൽ പറയുന്നത്. അതുകൊണ്ടാണ് കഹ്ഫ് എന്ന് പേര് വരാൻ കാരണം. കഹ്ഫ് എന്ന വാക്കിന്റെ അർത്ഥം ഗുഹ എന്നാണ്. ഗുഹയിൽ പോയി താമസിച്ചിട്ടുള്ള 7 ഔലിയാക്കളെ ചരിത്രം അതിൽ പറയുന്നുണ്ട്. ഞാനിപ്പോ ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ഈ 7 ചെറുപ്പക്കാരായ ഔലിയാക്കളാണ്. അന്ന് ഏറ്റവും വലിയ ധിക്കാരിയായ ദക്കിയാനൂസ് എന്ന് പറയുന്ന ഒരു ധിക്കാരിയായ ഭരണാധികാരി ഞാൻ റബ്ബാണെന്ന് വാദിച്ചു വന്നപ്പോൾ അത് അംഗീകരിക്കാതെ നീ ഒരിക്കലും റബ്ബല്ല, ഞങ്ങളുടെയും നിന്റെയും റബ്ബ് അല്ലാഹുവാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ 7 ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാർ അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ അവരതാ ഗുഹയിൽ പോയി താമസിക്കേണ്ടി വന്നു. അങ്ങനെ അവർ ഗുഹയിൽ പോയി താമസിച്ചു.
ആ ഗുഹയിലേക്ക് പോകുന്ന സമയത്ത് അവർ ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു കൊല്ലമല്ല, 309 കൊല്ലക്കാലം അവർ ആ ഗുഹയിൽ പോയി കിടന്നുറങ്ങി. അവരെ ശരീരത്തിനൊന്നും പറ്റിയില്ല, മാംസത്തിനൊന്നും പറ്റിയില്ല, അവരെ വസ്ത്രത്തിനൊന്നും പറ്റിയില്ല. അവർ 309 കൊല്ലക്കാലം കിടന്നുറങ്ങി, ഒരു പോറലും അവർക്ക് പറ്റിയില്ല. 309 കൊല്ലം കഴിഞ്ഞിട്ട് അവർ ഉണരുമ്പോൾ എങ്ങനെയാണോ കിടന്നത് അതുപോലെ അവർ ആരോഗ്യവാന്മാരാണ്. ഇത് അല്ലാഹുവിന്റെ വലിയ ഖുദറത്താണത്. അതിന്റെ പിന്നിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ആ 7 ചെറുപ്പക്കാരായ ഔലിയാക്കൾ മലമുകളിലേക്ക്, ഗുഹയിലേക്ക് പോകുമ്പോൾ അവരെ പിന്നാലെ ഒരു നായ വരുന്നു. ആ നായ അവരെ പിന്നാലെ വന്നപ്പോൾ ആദ്യം നായയെ കണ്ടപ്പോൾ അവര് ആട്ടി ഓടിച്ചു. എന്താ നായയെ ഓടിക്കാൻ കാരണം? നമ്മുടെ നാട്ടിൽ വലിയ ഒരു കൊല നടന്നു, അല്ലെങ്കിൽ ഒരു കവർച്ച നടന്നു, കള്ളന്മാര് വന്ന് കട്ടുകൊണ്ടുപോയി. നമ്മൾ കേസ് കൊടുത്താൽ പോലീസുകാരി വലിയ ബഹുമാനിച്ച് ആദരിച്ച് ഒരു ചെറിയ ബസ്സിൽ കൊണ്ടുവരും പോലീസ് നായയെ. ആ പോലീസ് നായ ഇങ്ങനെ കറങ്ങി ഈ കള്ളൻ അല്ലെങ്കിൽ കൊലയാളി സഞ്ചരിച്ച സ്ഥലം മുഴുവനും അത് മണത്ത് കണ്ടുപിടിക്കും. അത് അല്ലാഹു തആല നായക്ക് കൊടുത്തിട്ടുള്ള ഒരു കഴിവാണ്. ഇതുപോലെ ഈ നായക്ക് മണത്തറിയാനുള്ളൊരു കഴിവുള്ളത് കൊണ്ട് 7 ഔലിയാക്കൾ ചിന്തിച്ചു, ഈ നായ ഞങ്ങളെ കൂടെ വന്നാൽ രാജാവിന് ഈ നായ പോയി വിവരം കൊടുത്താലോ, അതുകൊണ്ട് നായ ഞങ്ങളെ കൂടെ വരാൻ പാടില്ലെന്ന് പറഞ്ഞ് നായയെ അവർ ആട്ടി ഓടിച്ചു. ഒരിക്കത് ഓടി, പിന്നെയും അവരെ പിന്നാലെ തന്നെ പോയി. വീണ്ടും അവർ ഓടിച്ചു, പിന്നെയും നായ അവരെ പിറകിൽ തന്നെ പോയി. കുറെ ഓടിച്ചിട്ടും നായ അവരെ പിന്നിൽ തന്നെ വന്നു. അവസാനം ആ നായ 7 ചെറുപ്പക്കാരായ ഔലിയാക്കളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഉറക്കെ ശബ്ദിച്ചു, നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞു ഓടിക്കരുത്, ആട്ടി ഓടിക്കരുത്. ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട പ്രിയം വെച്ച മഹാന്മാരെ ഞാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹുവിനെ പ്രിയം വെച്ചവരെ ഞാൻ പ്രിയം വെക്കുന്നവനാണ്, ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞ് ഓടിക്കരുത് എന്ന് പറഞ്ഞപ്പോ പിന്നീട് അവര് നായയെ ആട്ടി ഓടിച്ചില്ല. ആ നായ അവരെ പിന്നാലെ തന്നെ പോയി. ഗുഹയുടെ പുറത്ത് ആ നായയും ഇരുന്ന് അവർ 309 കൊല്ലക്കാലം ഗുഹയുടെ അകത്ത് താമസിച്ചു. നായ പുറത്തും താമസിച്ചു. നായക്കും ഒന്നും പറ്റിയില്ല, അവർക്കും ഒന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ ഖുർആൻ ഈ 7 ഔലിയാക്കളെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ 7 ഔലിയാക്കളെ പറ്റി പറയും. ആ ഔലിയാക്കളെ പറ്റി പറയുമ്പോൾ വസാമിനുഹും കൽബുഹും, അവർ 7 പേരാണ് ഔലിയാക്കൾ. അവരിൽ 8ാമത്തെ മെമ്പർ ആരാണെന്നറിയുമോ? കൽബുഹും, അവരുടെ നായയാണ്. 7 ഔലിയാക്കളെ എണ്ണുമ്പോ 8ാമത്തെ ഒരാളും കൂടി ആ കൂട്ടത്തിൽ ഖുർആൻ എണ്ണി പറയുന്നു. വസാമിനുഹും കൽബുഹും, 8ാമത്തത് അവരുടെ നായയാണ്. അവ ഈ നായയെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കടക്കുന്ന ഔലിയാക്കളെ കൂട്ടത്തിൽ എണ്ണി. സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരേ ഒരു നായ അത് അസ്ഹാബുൽ കഹ്ഫിന്റെ നായയാണ്. ഈ നായ സ്വർഗത്തിലെത്താൻ കാരണം എന്താണ്? നിസ്കരിച്ചിട്ടോ, നോമ്പൊടിച്ചിട്ടോ, അല്ലെങ്കിൽ സ്വതക്ക ചെയ്തിട്ടോ, ഹജ്ജ് ചെയ്തിട്ടോ മറ്റു ഒരു സൽക്കർമ്മം ഈ നായ ചെയ്തിട്ടില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കളെ പ്രിയം വെച്ചു, ഔലിയാക്കളെ കൂടെ ചേർന്നു, അവരെ മഹബത്ത് വെച്ചു. ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, അല്ലാഹുവിനെ പ്രിയം വെച്ചവരെ ഞാൻ പ്രിയം വെക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അല്ലാഹു തആല ആ നായക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം കൊടുത്തു. മോമിനീങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ നമ്മൾ പ്രിയം വെച്ചാൽ, മഹബത്ത് വെച്ചാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയോട് പഠിപ്പിച്ചതുപോലെ അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ പ്രിയം വെക്കുന്നത് അവരെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് എത്താമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട ഈ മഹല്ല് പ്രദേശത്തുള്ള മുഅ്മിനീങ്ങളോട്, ഉമ്മമാരോട്, നാട്ടുകാരോട് പറയട്ടെ, നമ്മുടെ ഇവിടത്തെ പള്ളിയുടെ പേര് മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിലാണ്. ആ മഹാനായ ഗൗസുൽ ആദമിന്റെ പേരിൽ എല്ലാ മാസവും 10-ാം തീയതി ഇവിടെ കുതുബിയത്ത് നടക്കുന്നുണ്ടല്ലോ. എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ ഭാഗ്യമാണ് അവിടത്തേക്കുള്ളത്. വകുല്ലു വലിയൻ ലഹു ഖദമും വഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വകുല്ലു വലിയിൻ ലഹു ഖദമുൻ വഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. എല്ലാ ഔലിയാക്കൾക്കും ഒരു നൃത്തമുണ്ട്, എല്ലാ ഔലിയാക്കൾക്കും ഒരു പിടുത്തമുണ്ട്. ഞാൻ ബദറുൽ കമാലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചൊൽപ്പടിക്കുകയിലാണ്. ബദറുൽ കമാലായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള മാർഗത്തിലാണ് ഞാനുള്ളത്. അവിടുത്തെ മാർഗമാണ് ആ മാർഗത്തിലാണ് ഞാനുള്ളത് എന്ന് മഹാനായ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുകയാണ്. അനൽ ഹസനിയു വൽ മഖദഉ മഖാമി വഅഖദാമി അലാ ഉനുഖിർ റിജാലി. ലോകത്തുള്ള സർവ്വ ഔലിയാക്കളുടെയും ചുമലിന്റെ മേലെയാണ് എന്റെ കാലുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാ ഔലിയാക്കൾക്കും മേലെയാണ് എന്റെ സ്ഥാനം എന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുകയാണ്. അനൽ ജീലിയു മുഹയ്യിദ്ദീൻ ഇസ്മി വഅലാമി അലാ റഅസിൽ ജിബാലി. മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു നോട്ടം, മഹാനവറുകളുടെ ഒരു പിടുത്തം, മഹാനവറുകളുടെ ഒരു പൊരുത്തം നമ്മുടെ നാട്ടിലേക്കുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ആ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ് നമ്മുടെ പള്ളിയുള്ളത്. ആ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ് എല്ലാ മാസവും 10-ാം തീയതി ഖുതുബിയത്ത് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഗൗസുൽ ആദം തങ്ങളെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ ഒരിക്കലും പരാജയപ്പെടില്ല. 25 കൊല്ലത്തെ ജീവിതം പഠനകാലമാണ്. ആദ്യത്തെ കുട്ടിക്കാലം കഴിഞ്ഞാൽ പിന്നീട് 25 കൊല്ലം വരെ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ബാവാമൂദുവിന്നി ഖുതുബായി വന്നോവർ ബനമ്മദേളിലും കെളി മികച്ചോവർ മുതലായ റമദാനിൽ 30 നാളിലും മുലകൂടിക്കും കാലം മുലനെ തോടാതോവർ. കുട്ടിക്കാലം അത്ഭുതങ്ങളുടെ കാലമാണ്. ഉമ്മയുടെ ഗർഭത്തിൽ തന്നെ, ബാപ്പയുടെ മുതുകിൽ തന്നെ വിലായത്തിന്റെ പദവി ലഭിച്ച മഹാനാണ്. കുട്ടിക്കാലത്ത് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് അവിടുത്തെ ചരിത്രത്തിൽ കാണാം. ചെറിയ കുട്ടിയായപ്പോ അത്ഭുതങ്ങളാണ് കാണുന്നത്. മുല കുടിക്കുന്ന കാലത്ത് റമദാൻ മാസത്തിന്റെ പകൽ സമയത്ത് മുല കുടിക്കുന്നില്ല. അതുപോലെ തന്നെ മലക്കുകളുടെ പ്രത്യേകമായ സഹായങ്ങൾ, അശരീരികൾ, മലക്കുകളുടെ സംരക്ഷണങ്ങൾ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. 16-ാമത്തെ വയസ്സിൽ ഉമ്മ യഥാ ബഗ്ദാദിലേക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നു. അങ്ങനെ ബഗ്ദാദിൽ ചെന്നിട്ട് ഇൽമ പഠിക്കുന്നു.
ചെന്നെടുത്തെല്ലാം അത്ഭുതകരമായ ബുദ്ധിയാണ്, അത്ഭുതകരമായ ഓർമ്മശക്തിയാണ്, അത്ഭുതകരമായ പഠനമാണ്. ഒന്ന് കേട്ടാൽ മതി, മുഴുവനും ബൈഹാർട്ടാണ്, മനഃപ്പാഠമാണ്, പിന്നീട് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള മുതഅല്ലിമീങ്ങളെല്ലാം 10 കൊല്ലം കൊണ്ട് പഠിക്കുന്ന ഇൽമു മുഴുവനും ഒരൊറ്റ കൊല്ലം കൊണ്ട് ശൈഖ് ജീലാനി തങ്ങൾ പഠിച്ചു പൂർത്തിയാക്കി. 1 മാസം കൊണ്ട് മറ്റു മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നതെല്ലാം ശൈഖ് ജീലാനി തങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ചു മനഃപ്പാഠമാക്കി. അങ്ങനെ അവിടുത്തെ ഇൽമും അവിടുത്തെ ബുദ്ധിയും അവിടുത്തെ ഓർമ്മശക്തിയും അത്ഭുതകരമായ ഒരു പഠനത്തിന്റെ വലിയ ഉദാത്ത മാതൃകയാണ്. 25 കൊല്ലം വരെ മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ ഇൽമു പഠിച്ചു ബഗ്ദാദിൽ വെച്ച്. പിന്നീട് ബഗ്ദാദിൽ തന്നെ ശൈഖ് ജീലാനി തങ്ങൾ ആത്മീയ രംഗത്തേക്ക് കടക്കുകയാണ്. ആത്മീയമായ ഉയർച്ചയാണ്. 25 ചുറ്റി നടന്നോവർ ഇരിയെന്നേകൽ കേട്ടാരേയിരുന്നോവർ. പിന്നീട് 25 കൊല്ലം നടത്തമാണ്. ബഗ്ദാദിന്റെ പട്ടണങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, മലകളിലൂടെ, കുന്നുകളിലൂടെ, ഇറാഖിന്റെ മരുഭൂമിയിലൂടെ ശൈഖ് ജീലാനി തങ്ങൾ ഏകാന്തമായ ജീവിതമാണ്. വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. എല്ലാം ത്യജിച്ചുകൊണ്ട് കിട്ടിയതെന്തെങ്കിലും ഭക്ഷിക്കും, കിട്ടിയതെന്തെങ്കിലും കുടിച്ച് ഉറക്കില്ല. രാത്രിയും പകലും ആരാധനകൾ കൊണ്ട് ധന്യമാക്കി. അങ്ങനെ 25 കൊല്ലം രണ്ടാമത്. ആദ്യത്തെ 25 കൊല്ലം പഠനത്തിന് ചെലവഴിച്ചു. പിന്നീട് 25 കൊല്ലം അള്ളാഹുവിനെ തേടി ഇങ്ങനെ വിലായത്തിന്റെ മർത്തബകളിലേക്ക് മഹാനവറുകൾ ഇബാദത്തിന്റെ പടവുകൾ ഇങ്ങനെ പടുത്തുയർത്തി, അതിലിങ്ങനെ കയറി. 25 കൊല്ലം. അങ്ങനെ 50ാമത്തെ കൊല്ലമായപ്പോൾ ഇരിയെന്ന ഏകൽ കേട്ടാരെ ഇരുന്നോവർ. ഒരു അശരീരി കേട്ടു, ഇനി മതി, നടത്തം നിർത്താം, ഇനി നിങ്ങൾക്ക് ദർസ് നടത്താം. അങ്ങനെ ശൈഖ് ജീലാനി തങ്ങൾ 50ാമത്തെ വയസ്സിൽ ബഗ്ദാദിൽ വന്ന് ഉസ്താദിന്റെ സമീപത്തെത്തി. ഉസ്താദുമാരെ മുഴുവനും കണ്ടപ്പോഴും ശൈഖ് ജീലാനി തങ്ങളോട് പറഞ്ഞു, യാ അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദിർ എന്നവരെ, ഇനി നിർത്തിക്കോളൂ, നിങ്ങൾ എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു, ഇനി ദർസ് നടത്താം. അങ്ങനെ ദർസുമായി പിന്നെ 40 കൊല്ലം. പിന്നീട് 40 കൊല്ലം ഇസ്ലാമിക പ്രബോധനത്തിന്റെ ദഅവത്തിന്റെ മേഖലയിലേക്ക് കടന്നു. ദർസ് നടത്തി. ബഗ്ദാദിലും ലോകത്തും ഏറ്റവും വലിയ വിലായത്തിന്റെ, അറിവിന്റെ, വിജ്ഞാനത്തിന്റെ സാഗരമായി മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ മാറുകയാണ്. അങ്ങനെ 90 കൊല്ലം ജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് എത്രയോ ജനങ്ങൾക്ക് ഇൽമിന്റെ, ഹിദായത്തിന്റെ, സന്മാർഗത്തിന്റെ വഴികൾ തുറന്നു കൊടുത്ത മഹാനായ ശൈഖ് ജീലാനി തങ്ങൾക്ക് അതുകൊണ്ടാണ് മുഹീദ്ദീൻ എന്ന് പേര് വരാൻ കാരണം. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, മുഹീദ്ദീൻ എന്ന് പേര് വരാൻ കാരണം തന്നെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്ത മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ ഒരുപാട് കറാമത്തുകളുടെ ഉടമയാണ്. ജീവിതത്തിൽ അനവധി നിരവധി കറാമത്തുകൾ. അവിടുത്തെ വഫാത്തിന് ശേഷവും ഇന്നും മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ ഒരു വിളിയങ്ങ് വിളിച്ചാൽ, ആ ശൈഖ് ജീലാനി തങ്ങളെ ഒന്ന് ആത്മാർത്ഥമായി വിളിച്ചാൽ, എന്നെ വിളിച്ചോർക്ക് വായിക്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ നോവർ. ആരെങ്കിലും എന്നെ വിളിച്ചാൽ അവർക്ക് ഉടനെ ഉത്തരം ചെയ്യും. അതിനുള്ള അധികാരം അല്ലാഹു കൊടുത്തിട്ടുള്ള മഹാനാണ് ശൈഖ് ജീലാനി തങ്ങൾ. അവിടുത്തെ അത്ഭുതകരമായ ജീവിതം, ചരിത്രമൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് ലോകത്തറിയപ്പെട്ട മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ പൊരുത്തമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ആ ശൈഖ് ജീലാനി തങ്ങളുടെ പൊരുത്തമാണ് നമ്മുടെ നാട്ടിനുള്ളത്. അവിടത്തെ പേരിൽ നടത്തുന്ന ഖുതുബിയത്ത്, ആ ഖുതുബിയത്താണ് നമ്മൾ ഇവിടെ എല്ലാ മാസവും ചൊല്ലുന്നത്. അൽഹംദുലില്ലാഹ്, 50 കൊല്ലക്കാലം എല്ലാ മാസവും ആ ഖുതുബിയത്തിന്റെ മജ്ലിസ് ഇവിടെ നടത്തി എന്നുള്ളത് വലിയ സന്തോഷകരമാണ്. അല്ലാഹുവേ, ഔലിയാക്കളെ സ്നേഹിക്കുന്നവരിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. അവരെ കൂടെ നമ്മെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാഹ്.
ആ മഹാന്മാരായ ഔലിയാക്കളെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ, ഔലിയാക്കളെ ആരെങ്കിലും മഹബത്ത് വെച്ചാൽ, നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ, അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരുടെ ബറക്കത്തും സഹായവും എത്തൂമേ. ആ മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ പേരിൽ എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതുമെങ്കിൽ അവരുടെ ബറക്കത്ത് നമുക്ക് കിട്ടും, അവരുടെ ദുആ നമുക്ക് കിട്ടും, ആ ശൈഖ് ജീലാനിയുടെ പൊരുത്തം നമുക്ക് കിട്ടും കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ പേരിലുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ അനുസ്മരിക്കുമ്പോൾ അവിടുന്ന് പഠിപ്പിച്ച ജീവിത മാർഗം നാം ജീവിതത്തിൽ പാലിക്കുന്നവരാകണം. ഇന്ന് നമുക്കറിയാം, ലോകത്ത് ഫസാദുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാ രംഗത്തും തിന്മകൾ വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. ചെറിയ മക്കളിൽ പോലും തെറ്റുകൾ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാലമാണ്. നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ വലിയ തെറ്റായി കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് സാധാരണയായി മാറിയിട്ടുണ്ട്. അതൊരു തെറ്റല്ലാതെ മാറിയിട്ടുണ്ട്. ലിബറൽ ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് പഴയ കാലങ്ങളിൽ വളരെ മോശമായി കണ്ടിരുന്ന, വലിയ തെറ്റായി കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് സർവ്വസാധാരണയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അന്ത്യനാളിന്റെ, ഖിയാമത്ത് നാളിന്റെ എല്ലാ അടയാളങ്ങളും ലക്ഷണങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടുകളിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. നമ്മൾ അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞിങ്ങനെ എണ്ണുകയാണ്. ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളുണ്ട്. അതിൽ പലതും ഇന്ന് നമ്മുടെ നാടുകളിൽ എത്തിക്കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദത്തുഖിദൽ ഫൈഉ ദിവലാ വൽ അമാനതു മഗ്നമാ വസ്സകാതു മഗ്റമാ വതുല്ലിമ ലിഗൈരിദ്ദീൻ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാളിന്റെ, ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഓരോന്നിങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ നന്നായി മനസ്സിലാക്കണം കേട്ടോ. ഇദത്തുഖിദൽ ഫൈഉ ദിവലാ, പൊതുമുതൽ പാഴാക്കപ്പെടുന്ന കാലം വന്നാൽ. ഏതാണ് പൊതുമുതൽ? സമൂഹത്തിന്റെ സമ്പത്ത്, ഒരു പള്ളിയുടെ മുതൽ, പള്ളിയുടെ പണം, ആ പണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി തിരിമറി നടത്തുന്ന കാലം വന്നാൽ, പള്ളി കമ്മിറ്റി നടത്തുന്നവർ, പള്ളിയുടെ കമ്മിറ്റിക്കാർ ആലോചിക്കണം. പള്ളിയുടെ പണം നമുക്ക് റൊട്ടേഷൻ ചെയ്യാനുള്ളതല്ല, അത് തിരിമറി ചെയ്യാനുള്ളതല്ല. അതൊരു നയാ കാശ് പോലും നമ്മൾ അതിന് തിരിമറി നടത്താൻ പാടില്ല. അങ്ങനെ പൊതുമുതൽ അത് പാഴാക്കപ്പെടുന്ന കാലം വന്നാൽ, ഒരു കമ്മിറ്റിയുടെ, ഒരു സമൂഹത്തിന്റെ, ഒരു സംഘത്തിന്റെ പണം അതിനെ അർഹതയില്ലാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ അനർഹമായി അത് വിനിയോഗിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യപ്പെടുന്ന കാലം വന്നാൽ, സമൂഹത്തിന്റെ മുതലുകളൊക്കെ നശിപ്പിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ, ഖിയാമത്ത് നാളെ പ്രതീക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രണ്ടാമത് പറഞ്ഞു, വൽ അമാനതു മഗ്നമാ, വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലം വന്നാൽ, വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലം വന്നാൽ, ഇന്ന് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? നോക്കൂ നിങ്ങൾ, ജോലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു മനുഷ്യൻ അല്ലെ, എത്ര ആളുകളുണ്ട്. വൽ അമാനത്തു മഗ്നമാ,
വൽ അമാനത്തു മഗ്നമ, വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം. ജോലിയില്ലാതെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്നു. നാട്ടിലെ ഒരു കച്ചവടക്കാരന്റെ ആ കച്ചവടക്കാരനോട് പറഞ്ഞ്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമോ? അങ്ങനെ അവസാനം ഈ മനുഷ്യന്റെ ഈ റിക്വസ്റ്റും ഈ കഷ്ടപ്പാടും കണ്ടിട്ട് അയാൾക്ക് തന്റെ സ്ഥാപനത്തിൽ ഒരു ജോലി കൊടുത്തു. അയാൾ ഈ ജോലിയിൽ കയറി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ ഈ അങ്ങാടിയുടെ, ഈ ഷോപ്പിന്റെ, ഈ കച്ചവടത്തിന്റെ, ബിൽഡിങ്ങിന്റെ മുതലാളിയും ഈ ജോലിക്കാരനും തമ്മിൽ ധാരണയായി. മുതലാളിയെ എഗ്രിമെന്റ് തീരുമ്പോൾ മെല്ലെ ആട്ടി ഓടിച്ചു കളഞ്ഞു. ഈ ജോലിയെടുത്ത, ജോലിക്ക് വേണ്ടി നിർത്തിയ ജോലിക്കാരനും ബിൽഡിങ്ങിന്റെ ഓണറും തമ്മിൽ ധാരണയായിട്ട് ഷോപ്പിനെ ഈ ജോലിക്കാരൻ തട്ടിയെടുത്തു കൊണ്ടുപോയി. എന്തൊരു വഞ്ചനയാണ്! ആരെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? ഇങ്ങനെ ലോകത്ത് വ്യാപകമായി വിശ്വാസ വഞ്ചന നടത്തപ്പെടുന്ന ഒരു കാലമാണ്. ബാപ്പക്ക് മക്കളെ വിശ്വാസമില്ല, മക്കൾക്ക് ബാപ്പാനെ വിശ്വാസമില്ല, ജ്യേഷ്ഠനിക്ക് അനുജന് വിശ്വാസമില്ല, അനുജനിക്ക് ജ്യേഷ്ഠന് വിശ്വാസമില്ല. ഇങ്ങനെ തുടങ്ങി ഓരോ രംഗത്തും വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വൽ അമാനത്തു മഗ്നമാ, വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്ന കാലം. മക്കളെ നന്നായി സ്നേഹത്തോടെ വളർത്തി, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു, അവർക്ക് വേണ്ടി സർവ്വ സമ്പത്തും ചെലവഴിച്ചു, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അങ്ങനെ ആ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അവരെ പോറ്റി വളർത്തി വലുതാക്കി. കല്യാണം കഴിക്കാൻ പ്രായമാകുമ്പോൾ ഒരു നല്ല തറവാട്ടിൽ നിന്ന് മകനിക്കൊരു പെണ്ണ് കെട്ടിക്കണമെന്ന് ചിന്തിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ബാപ്പയോട് ഉമ്മയോട് പറയുന്നു, ബാപ്പ ഉമ്മ നിങ്ങൾ ചിന്തിക്കണ്ട, എനിക്ക് പെണ്ണ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അന്വേഷിച്ചു നോക്കുമ്പോ ബാപ്പ പറഞ്ഞു, മോനെ ഞങ്ങളെ കുടുംബത്തിന് ചേർന്നതല്ല. ഉമ്മ പറഞ്ഞു, ഞങ്ങളെ കുടുംബത്തിന് ചേർന്നതല്ല. എന്നിട്ട് ബാപ്പന്റെ ഉമ്മന്റെ വാക്കിന് വില കൽപ്പിക്കാതെ ആ പെണ്ണിനെയും കൊണ്ട് നാട് വിടുന്ന മക്കളുള്ള കാലമല്ലേ. ഇതുപോലെ തന്നെ പെൺകുട്ടിയെ കഷ്ടപ്പെട്ട് 9 മാസം ഗർഭത്തിൽ വെച്ച് വേദന അനുഭവിച്ച് പ്രസവിച്ചിട്ട് നൊന്തു പ്രസവിച്ചിട്ട് ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കി, അവളെ കാഷ്ടവും മൂത്രവും എല്ലാം നജസുമെല്ലാം കയ്യിൽ വാരിയെടുത്ത് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി വലുതാക്കി പോറ്റി വളർത്തിയിട്ട് അവളെ പഠിപ്പിച്ച് വലുതാക്കി വിദ്യാഭ്യാസം പഠിപ്പിച്ച് ഇൽമ പഠിപ്പിച്ച് വിവാഹ പ്രായമെത്തുമ്പോൾ ഏതെങ്കിലും ഇന്നലെ കണ്ടവര് ചെക്കനെ കണ്ടപ്പോ ആ ചെക്കന്റെ 4 പഞ്ചാര വാക്ക് കേട്ടിട്ട് ഇത്ര കൊല്ലം പോറ്റിയ ബാപ്പയെ മറന്നു, ഉമ്മയെ മറന്നു. അങ്ങനെ മാതാപിതാക്കളെ വഞ്ചിക്കുന്ന, ആരാന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺമക്കളുള്ള കാലമല്ലേ. ഇങ്ങനെ പരസ്പരം വിശ്വാസ വഞ്ചനകൾ ലോകത്ത് വർദ്ധിച്ചു വരുന്നു. സ്വന്തം ജ്യേഷ്ഠനതാ അനുജനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി പോയി, അനിയനിക്ക് ജ്യേഷ്ഠനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ ദുയ്യഅത്തിൽ അമാനതു ഫന്തളിരിസ്സാ, അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ, വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയാൽ നീ ഖിയാമത്ത് നാള് പ്രതീക്ഷിച്ചോ. സുബ്ഹാനല്ലാഹ്, എല്ലാ രംഗത്തും വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വസ്സകാത്തു മഗ്റമാ, സകാത്ത് കൃത്യമായി കൊടുത്തു വിടാതിരിക്കുന്ന കാലം വന്നാൽ, സകാത്ത് കൊടുത്തു വിടാതിരിക്കുന്ന കാലം വന്നാൽ നീ ഖിയാമത്ത് നാള് പ്രതീക്ഷിച്ചോ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇന്ന് ആരാണ് സകാത്ത് കൃത്യമായി കൊടുത്തു വിടുന്നവർ? സകാത്ത് കൃത്യമായി കൊടുത്തു വിടുന്നവരാരാണ്? 595 ഗ്രാം വെള്ളിയുടെ
മൂല്യം വരുന്ന പണം. ഇന്നത്തെ വെള്ളിയുടെ വില അനുസരിച്ച് സാധാരണ ഏകദേശം ഒരു 1,50,000 അടുത്ത് വരും. ഇത്രയും പൈസ ഒരാള് ഒരു കൊല്ലക്കാലം ബാങ്കിൽ വെച്ചാൽ 1 കൊല്ലം കഴിയുമ്പോൾ ആ പൈസക്ക് സക്കാത്ത് കൊടുക്കണം. അത് നിർബന്ധമാണ്. അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അല്ലെങ്കിൽ നീ ആഭരണമായി ധരിക്കാത്ത പൊന്ന്, വെള്ളി നീ സൂക്ഷിച്ചു വെച്ചാൽ അതിന് സക്കാത്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ കച്ചവടത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ലാൻഡ്, ഭൂമികൾ, ആ ഭൂമി നമ്മൾ എടുത്തു വെച്ചു. എന്തിന്? ഇപ്പൊ കയ്യിൽ പൈസ ഉണ്ട്, ഇപ്പൊ ഭൂമി എടുത്തു വെച്ചാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോ നമുക്ക് 3 ഇരട്ടി വിലക്ക് വിൽക്കാൻ കഴിയും എന്ന് കരുതിയിട്ട് നീ ലാൻഡ് എടുത്തു വെച്ചു. ആ ലാൻഡിന് ഓരോ കൊല്ലത്തെ വാല്യൂ കൂട്ടിയിട്ട് കൊല്ലം കൊല്ലം അതിന് സക്കാത്ത് കൊടുക്കണം. അതിന് സക്കാത്ത് കൊടുക്കണം. നമ്മൾ ഇന്നൊരു കച്ചവടം തുടങ്ങി. ആ കച്ചവടം തുടങ്ങിയത് റബീഉൽ അവ്വൽ 1-നാണ്, അല്ലെങ്കിൽ ശവ്വാൽ 1-നാണെങ്കിൽ അടുത്ത ശവ്വാൽ 1 ആകുമ്പോഴേക്ക് ആ കച്ചവടത്തിന്റെ സ്റ്റോക്ക് എടുത്ത് പരിശോധിച്ച് ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ചുകൊണ്ട്, നീ വാങ്ങിയ വിലയല്ല, ഇത് എത്ര വിലക്കാണ് വിറ്റുപോകുന്നത്, ആ വിറ്റുപോകുന്ന മാർക്കറ്റ് വില അനുസരിച്ചുകൊണ്ട് അതിന്റെ വാല്യൂ എടുത്ത് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ഇന്ന് സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? എത്ര ആളുകളാണ് സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത്? മാസത്തിൽ 50,000, 60,000, 1,00,000 ഒക്കെ ശമ്പളം വാങ്ങുന്ന നാട്ടിലുള്ളവനോ വിദേശത്തുള്ളവനോ 60,000 ശമ്പളമുണ്ടെങ്കിൽ 30,000 വീടിന്റെ ആവശ്യത്തിന് മാസത്തിന്റെ ചെലവിന് വേണ്ടി വെക്കുന്നു. ബാക്കി 30,000 അവൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് വെക്കുന്നു. ഒരു കൊല്ലം തികയുമ്പോൾ 30 5 മാസമാകുമ്പോൾ 1,00,000 രൂപയായി, 1,50,000 രൂപയായി. 5 മാസം കഴിഞ്ഞ്, ആ 5 മാസം കഴിഞ്ഞിട്ട് പിന്നെ 1 കൊല്ലം കഴിയുമ്പോൾ ഈ 1,50,000 സക്കാത്ത് കൊടുക്കണം. പിന്നെ മാസം അവൻ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഓരോ 30,000 മാസാമാസം സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതൊക്കെ അന്യന്റെ പണമാണ്, പാവപ്പെട്ടവന്റെ പൈസയാണ്. ആ പണം നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ അതിനറിയാതെ സക്കാത്തുകൾ വരുന്നുണ്ട് എന്നുള്ളത് നാം ആലോചിക്കണം. സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ നാടുകളിലെ സക്കാത്ത് കൊടുക്കേണ്ടവർ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ പാവപ്പെട്ടവരുണ്ടാവൂല. അത്രയും ആളുകൾ സക്കാത്ത് കൊടുക്കേണ്ടവരുണ്ട്. കച്ചവടത്തിന് വേണ്ടി അടക്ക കച്ചവടമുണ്ടോ, തേങ്ങ കച്ചവടമുണ്ടോ, റബ്ബർ കച്ചവടമുണ്ടോ, ഏത് കച്ചവടമായാലും കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കണം. കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണം. ഇങ്ങനെ കൃത്യമായി നമ്മുടെ സക്കാത്തുകൾ കൊടുത്ത് വീടാതിരിക്കുന്ന ഒരു കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വസ്സകാത്തു മഗ്റമാ, സകാത്ത് കൊടുക്കാതെ കെട്ടിക്കൂട്ടി വെക്കുന്ന കാലം വന്നാൽ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചുകൊള്ളുക. ബാപ്പ മരിച്ചുപോയി, ബാപ്പന്റെ കുറെ സ്വത്തുണ്ട്, ബാപ്പ സക്കാത്തൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ബാപ്പന്റെ സക്കാത്ത് മുഴുവനും കൊടുത്തു വീടാതെ ആ സ്വത്ത് മക്കൾ ഓഹരി വെച്ച് എടുക്കാൻ പാടില്ല. ബാപ്പന്റെ സക്കാത്ത് കൊടുത്തു വീടാതെ മക്കൾ ബാപ്പന്റെ സ്വത്ത് ഓഹരി വെച്ചെടുക്കാൻ പാടില്ല. ആ സ്വത്ത് മക്കൾ ഓഹരി വെച്ച് എടുത്ത് മക്കൾ തിന്നാൽ ബാപ്പ ഖബറിൽ വെച്ച് വേദന അനുഭവിക്കുന്നുണ്ടാവും. ഈ സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ അനുഭവിക്കുന്നുണ്ടാവും ഖബറിൽ വെച്ച് ശിക്ഷകൾ. ബാപ്പ ഉണ്ടാക്കിയ സ്വത്ത് ചിലപ്പോൾ അത് കൊടുക്കാതെ മരിച്ചുപോയാൽ ആ ബാപ്പ ഖബറിൽ വെച്ച് അതിന്റെ ശിക്ഷകൾ അനുഭവിക്കുന്നുണ്ടാവും. മക്കൾ ആ സ്വത്തെടുത്തുകൊണ്ട്, അനുവാദമില്ലാത്ത സ്വത്തെടുത്തുകൊണ്ട് ഹറാമിന്റെ സ്വത്തെടുത്ത് തിന്നുന്നുണ്ടാകും. ആലോചിക്കണം. ഇങ്ങനെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട വിഷയമാണ് സക്കാത്ത് എന്നുള്ളത്. നിസ്കാരം നിർബന്ധമായതുപോലെ, നോമ്പ് നിർബന്ധമായതുപോലെ, അതുപോലെ തന്നെ ഒരു നിർബന്ധമായ കാര്യമാണ് സക്കാത്ത് എന്നുള്ളത്. മഹാന്മാര് പറയുന്ന ഒരു സംഭവം കാണാം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അവിടുത്തെ ഇർശാദിൽ. അബൂ സിനാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ടായിരുന്നു.
ആ മഹാനെ കാണാൻ വേണ്ടി അവിടുത്തെ ശിഷ്യന്മാര് ചെന്നപ്പോൾ അബൂ സിനാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അവിടുത്തെ ശിഷ്യന്മാര് വന്നു. പഠിപ്പിച്ച ഉസ്താദിനെ കാണാൻ പോവുക എന്ന് പറയുന്നത് അത് അദബിന്റെ ഒരു ഭാഗമാണ്, മഹാന്മാരുടെ പതിവാണ്. അങ്ങനെ അബൂ സിനാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ശിഷ്യന്മാര് ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ അബൂ സിനാൻ റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, എന്റെ ഈ വീട്ടിന്റെ അയൽവക്കത്ത് 2 ദിവസം മുമ്പ് ഒരാള് മരണപ്പെട്ടിട്ടുണ്ട്. ആ വീട്ടിലേക്ക് നമ്മൾ എല്ലാവരും ഒന്ന് തഅസിയത്തിന് പോയാലോ? മരിച്ച വീട്ടിലേക്ക് തഅസിയത്തിന് പോകല് സുന്നത്താണ്. കണ്ണോക്കുന്നാണ് നമ്മളെ നാട്ടിൽ പറയുന്നത്. ആ മരിച്ച വീട്ടിലേക്ക് കണ്ണോക്കിന് പോകുന്നത്, തഅസിയത്തിന് പോകുന്നത് പ്രത്യേകം സുന്നത്താണ്. ആ വീട്ടുകാരെ സമാധാനിപ്പിക്കേണ്ടത്, ക്ഷമ കൊണ്ടവരെ ഉപദേശിക്കേണ്ടത്, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ടത്, മയ്യത്തിന് വേണ്ടി ഖുർആനോദി ദുആ ചെയ്യുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ അബൂ സിനാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്കൊന്ന് അയൽവക്കത്തെ വീട്ടിലേക്ക്, മരിച്ച വീട്ടിലേക്ക് തഅസിയത്തിന് പോകാം. അങ്ങനെ ചെന്നപ്പോൾ ശിഷ്യന്മാരെയും കൂട്ടിയിട്ട് അബൂ സിനാൻ റളിയല്ലാഹു അൻഹു അതാ വീടിന്റെ അടുത്തുള്ള മരിച്ച വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ മരിച്ച മനുഷ്യന്റെ സഹോദരൻ അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്നു. മരിച്ചിട്ട് മയ്യത്ത് മറവ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ വീട്ടിലിരുന്നിങ്ങനെ പൊട്ടിക്കരയുന്നത്. ഇത് കണ്ടപ്പോൾ അബൂ സിനാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, അലം തഅലം, മോനെ, നിനക്കറിയില്ലേ, അന്നൽ മൗത സബീലുല്ലാ ബുദ്ദ മിൻഹു, മരണം അത് എല്ലാവർക്കും പോകാനുള്ളതാണ്. മരണത്തിൽ നിന്ന് ആരും ഒഴിവല്ല. ഞാനും മരിക്കും, നീയും മരിക്കും, നിന്റെ സഹോദരൻ കുറച്ചു മുമ്പ് പോയിന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും മരിക്കാനുള്ളവരല്ല. ഈ മരണത്തിന്റെ പേരിൽ നീ 2 ദിവസം കഴിഞ്ഞിട്ടും എന്തിനാണ് മോനെ ഇങ്ങനെ കരയുന്നത് എന്ന് അബൂ സിനാൻ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ബലാഹ, അബൂ സിനാൻ തങ്ങളെ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഞാൻ കരയുന്നത് എന്റെ സഹോദരൻ മരിച്ചതിന്റെ പേരിലല്ല. മരിച്ചതിന് ശേഷം മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ വെച്ചതിന് ശേഷം എന്റെ സഹോദരൻ ഖബറിൽ വെച്ച് രാവിലെയും വൈകുന്നേരവും അനുഭവിക്കുന്ന ശിക്ഷയെ ഓർത്തുകൊണ്ടാണ്. അബൂ സിനാൻ തങ്ങൾ ചോദിച്ചേ, അല്ല, നീ വല്ല നബിയും മറ്റെയാണോ? നിനക്ക് വല്ല വഹിയും വരുന്നുണ്ടോ? ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് നിനക്കെങ്ങനെ അറിയും? അയാളെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലോ? നിന്റെ സഹോദരനെ ഖബറിൽ വെച്ചിട്ട് എന്റെ സഹോദരൻ രാവിലെയും വൈകുന്നേരവും ഖബറിൽ അനുഭവിക്കുന്ന ശിക്ഷയെ ഓർത്തിട്ട് ഞാൻ കരയുന്നു എന്ന് പറയാൻ നിനക്ക് വല്ല ഗൈബിയായ മറഞ്ഞ കാര്യം, ഖബറിന്റെ ഉള്ളിലുള്ള വല്ല കാര്യം നിനക്ക് അറിയുന്നുണ്ടോ? നീ എങ്ങനെയാണത് പറയാൻ കാരണം? ആ ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട അബൂ സിനാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല, എനിക്ക് ഗൈബ് അറിഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് വഹി ലഭിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം? എന്റെ സഹോദരൻ മരിച്ചപ്പോൾ എന്റെ സഹോദരന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറവ് ചെയ്ത് എല്ലാവരും മണ്ണിട്ട് മൂടി ഖബറൊക്കെ സമമാക്കി എല്ലാവരും പിരിഞ്ഞങ്ങു പോയപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാനും എന്റെ സഹോദരനും വലിയ സ്നേഹമുള്ളവരാണ്. എന്റെ സഹോദരന്റെ മയ്യത്ത് ഖബറിൽ വെച്ച് മൂടിയപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ഒരൽപ്പനേരം എന്റെ സഹോദരന്റെ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ നിന്നു. ആ നിൽക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ആ ആ
അഫരിദൂനി വഹീദാ ഖദ് കുന്തു അസൂമു ഖദ് കുന്തു ഉസല്ലി ഖദ് കുന്തു അസൂമു ഖദ് കുന്തു ഉസല്ലി. എന്തൊരു വേദനയാണ്, അഖാസിൽ അദാബ്, എന്തൊരു ശിക്ഷയാണ്, എന്തൊരു വേദനയാണ്, എന്തൊരു പ്രയാസമാണ്. ഞാൻ നന്നായി നിസ്കരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ നന്നായി നോമ്പ് നോക്കിയിട്ടുണ്ടല്ലോ, ഞാൻ നന്നായി നിസ്കരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ നന്നായി നോമ്പ് നോക്കിയിട്ടുണ്ടല്ലോ, ഇതെന്തൊരു ശിക്ഷയാണ് എന്നിങ്ങനെ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഈ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ഉടനെ ആ ഖബറിന്റെ പുറത്തു നിന്ന് മണ്ണ് മുഴുവനും അങ്ങ് നീക്കി, ഖബറിലേക്കിട്ട മണ്ണ് മുഴുവനും നീക്കിയെടുത്തു. അങ്ങനെ മണ്ണ് മുഴുവനും നീക്കിയപ്പോൾ മൂടുകല്ല് വരെ എത്തിയപ്പോൾ ഞാൻ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ആ ഖബറിലേക്ക് മൂടി വെച്ച മൂടുകല്ലിൽ നിന്ന് ഒരു മൂടുകല്ലങ്ങ് തുറന്നപ്പോൾ വൈദൽ ഖബറു യംലഉ നാറാ, ഖബറിന്റെ ഉള്ളു മുഴുവനും തീ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു. വഫീ ഉനുഖിഹി തൗഖും മിനന്നാർ, എന്റെ സഹോദരന്റെ കഴുത്തിൽ തീയിന്റെ ഒരു മാല ഇട്ടിരിക്കുന്നു. തീയിന്റെ ഒരു മാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. അത് കാരണം ഖബർ മുഴുവനും തീ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ ആ സഹോദരന്റെ കഴുത്തിൽ നിന്ന് ഈ തീയിന്റെ മാല എടുക്കാൻ വേണ്ടി ഞാൻ കൈയിട്ടപ്പോൾ എന്റെ കൈ കരിഞ്ഞുപോയി. അബൂ സിനാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്ര നേരം കുപ്പായത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ കൈ എടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ കാണിച്ചു തന്നു. നോക്കുമ്പോൾ കൈ മുഴുവനും കത്തിക്കരിഞ്ഞിരിക്കുന്നു. അബൂ സിനാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ, നിന്റെ സഹോദരന്റെ ഹാൽ എന്തായിരുന്നു? നിന്റെ സഹോദരന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ആ സഹോദരൻ പറഞ്ഞു, അബൂ സിനാൻ തങ്ങളെ, എന്റെ ജ്യേഷ്ഠൻ വല്ലാതെ നിസ്കരിക്കുന്ന ആളായിരുന്നു. ഒരു ജമാഅത്ത് ഒഴിവാക്കൂല, ഒരു ജമാഅത്ത് ഒഴിവാക്കൂല, കൃത്യമായി നിസ്കരിക്കുന്ന മനുഷ്യനാണ്. നോമ്പ് ഫർദ് മാത്രമല്ല, സുന്നത്ത്, ധാരാളം സുന്നത്ത് നോമ്പുകൾ നോക്കിയിരുന്ന ആളാണ്. പക്ഷേ ലാ തൂത്തി സകാത്ത മിൻ മാലിഹി, തന്റെ സ്വത്തിൽ നിന്ന് കണക്ക് കൂട്ടി സകാത്ത് കൊടുക്കാറില്ല. സ്വത്തിൽ നിന്ന് കണക്ക് കൂട്ടി സകാത്ത് കൊടുക്കാറില്ല. അബൂ സിനാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദാ തസ്ദീഖുമാ ഖൗലുഹു തആല, ഇത് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആയത്തിന്റെ യാഥാർത്ഥ്യമാണ്. എന്താണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? ഓ മനുഷ്യ, അല്ലാഹു തആല നിനക്ക് തന്നിട്ടുള്ള സമ്പത്തിൽ നിന്ന്, നിന്റെ മുതലിൽ നിന്ന് കണക്ക് കൂട്ടി സകാത്ത് കൊടുക്കാതെ കെട്ടിക്കൂട്ടി വെക്കുന്ന മനുഷ്യ, നിനക്കത് ഖൈറാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ബൽ ഹുവ ശർറുൽ ലഹും, അതവർക്ക് നാശമാണ് കേട്ടോ. എന്നിട്ട് ആ സ്വത്തിനെ, സക്കാത്തിന്റെ മുതല് കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കാതെ കെട്ടിക്കൂട്ടി വെച്ചാൽ ആ സമ്പത്ത് നാളെ റബ്ബിന്റെ കോടതിയിൽ അതിനെ ഒരു മാലയാക്കിയിട്ട് അവന്റെ കഴുത്തിലേക്ക് ചാർത്തപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നു. സക്കാത്ത് കൊടുക്കാത്തവന്റെ മുതലിനെ ഒരു മാലയാക്കിയിട്ട് അവന്റെ കഴുത്തിലേക്ക് നാളെ ഖബറിൽ അല്ലെങ്കിൽ നാളെ മഹ്ശറിൽ അല്ലാഹു തആല ചാർത്തുന്നതാണ്. ആ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വസ്സകാത്തു മഗ്റമ, സകാത്ത് കൊടുക്കാതെ കെട്ടിക്കൂട്ടി വെക്കുന്ന കാലം വന്നാൽ നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചോ, അന്ത്യനാളിനെ പ്രതീക്ഷിച്ചോ. അതുകൊണ്ട് നമ്മൾ അതിന്റെ ആളുകളാകാൻ പാടില്ല, നമ്മൾ അതിന്റെ ആളുകളാകാൻ പാടില്ല. നമ്മൾ സകാത്ത് കൃത്യമായി കൊടുത്തുവിടണം.
ഒരാൾക്ക് ഒരു 5 ലക്ഷം റുപ്യ നമ്മൾ കടം കൊടുത്തു, ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു. എന്നാ നമ്മൾ കടം കൊടുത്താൽ ആ 5 ലക്ഷം രൂപക്ക് നമ്മൾ ഒരു കൊല്ലമാകുമ്പോൾ 12,500 രൂപ നമ്മൾ സക്കാത്ത് കൊടുക്കണം. കടം കൊടുത്ത് നമ്മളാണ്, സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരു കൊല്ലമായാൽ അതിന് സക്കാത്ത് കൊടുക്കണം. 2 കൊല്ലമായാൽ രണ്ടാമത്തെ കൊല്ലവും 12,500 റുപ്യ നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ പലരും മറന്നു പോകുന്നു, പലരും കൊടുക്കാതെ പോകുന്നു. നമ്മുടെ സമ്പത്ത് ഹലാലാകണമെങ്കിൽ സക്കാത്തിന്റെ മുതല് നമ്മുടെ മുതലിൽ നിന്ന് നമ്മൾ മാറ്റിക്കൊടുക്കണം. അത് എന്റേതല്ലേ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ, പക്ഷെ തന്നത് അല്ലാഹുവാണ്. അത് തന്നത് അല്ലാഹുവാണ്. അതിന്റെ വഴി തുറന്നത് അല്ലാഹുവാണ്. സമ്പാദിക്കാനുള്ള ആരോഗ്യവും കഴുത്തും ശേഷിയും തന്നത് അല്ലാഹുവാണ്. ഞാനൊരാഴ്ച മുമ്പ് മംഗലാപുരത്ത് പൊയ്യത്തബയിൽ ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ നിന്ന് കല്യാണം കഴിച്ച ഒരു ഉസ്താദ് അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കാണാൻ വേണ്ടി കങ്ങനാടി ഹോസ്പിറ്റലിൽ പോയി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ. അദ്ദേഹത്തിന്റെ കരളിൽ അല്ലെങ്കിൽ ഈ മലദ്വാരത്തിൽ ക്യാൻസർ ബാധിച്ച് അവിടെ മുറിച്ച് ഓപ്പറേഷൻ ചെയ്തു, കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജീവിക്കണമെങ്കിൽ തിന്നണം, തിന്നത് പുറത്തു പോണ്ടേ. അവിടെയാണ് ക്യാൻസർ ബാധിച്ചത്, അങ്ങനെ അത് ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ തിന്നത് പുറത്തു പോകാൻ വേണ്ടി ഈ പള്ളയുടെ ഭാഗത്ത് ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ മലദ്വാരം പുറത്ത് വെച്ച് ഒരു സഞ്ചി, ഒരു ചെറിയ ഒരു ചീല പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. അതിലാണ് ഈ കാഷ്ടം മലം വന്ന് ശേഖരിക്കുന്നത്. അതിനെല്ലാ ദിവസവും എടുത്ത് ക്ലീൻ ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ മൂത്രസഞ്ചിയിൽ ഇൻഫെക്ഷൻ വന്നു, ഒരു മൂത്രസഞ്ചി മാറ്റിയെടുക്കേണ്ടി വന്നു. എന്തൊരു വേദനയാണ്. അല്ലാഹു നീ ശിഫ നൽകണം അല്ലാ, ആഫിയത്ത് നൽകണം അല്ലാ. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് നീ ആഫിയത്ത് ഏറ്റി കൊടുക്കണം റഹ്മാനെ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അപ്പൊ നമുക്ക് അധ്വാനിക്കാനും സമ്പാദിക്കാനുള്ള ഈ ആരോഗ്യം തന്നത് അല്ലാഹുവാണ്. ഇങ്ങനെ എത്ര രോഗികളുണ്ട്, അവർക്ക് രോഗം കൊടുത്ത ഡയാലിസിസ് ചെയ്യുന്നവർ എത്രയുണ്ട്. കിഡ്നി ഫെയിൽഡായവർ, അവർക്ക് ജോലി എടുക്കാൻ പറ്റുന്നു, അവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നു. അവർക്ക് ദുനിയാവിന്റെ ചിന്തയില്ല, അവർക്ക് മരിക്കാനുള്ള ചിന്ത മാത്രമാണ്. ആ സ്ഥാനത്ത് അല്ലാഹു നമുക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും അല്ലാഹു തന്നു, സമ്പത്തും തന്നു, കച്ചവടം തന്നു, വരുമാനം തന്നു. എന്നിട്ടാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ പാവപ്പെട്ടവനിക്ക് കൊടുക്കേണ്ട സക്കാത്ത് നിങ്ങൾ കൊടുക്കണം. അത് കൊല്ലം നമ്മൾ മാറ്റിവെക്കണം, യാതൊരു മടിയും കൂടാതെ മാറ്റിവെക്കണം. അതുകൊണ്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ കുടുങ്ങിപ്പോകും. നമ്മുടെ സ്വത്തല്ല അത്, നമ്മുടെ സ്വത്തല്ല അത്, അന്യന്റേത് കൊടുക്കേണ്ടതാണ്. അത് കൊല്ലമാകുമ്പോൾ കണക്കുകൂട്ടി കൃത്യമായി നമ്മൾ അതിനെ മാറ്റി നിർത്തി പാവപ്പെട്ടവന്റെ അവകാശം അവർക്ക് തന്നെ കൊടുത്തു വീട്ടണം. അല്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ കുടുങ്ങിപ്പോകും. അള്ളാഹു നമ്മെ കാത്തു സലാമത്താക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസ്സകാത്തു മഹ്റമാ, സകാത്ത് കൊടുക്കാതെ കെട്ടിക്കൂട്ടി വെക്കുന്ന കാലം വന്നാൽ ദീനിയായ കാര്യം പഠിക്കാൻ ആളില്ല, ഇന്ന് ഭൗതികം പഠിക്കാനാണ് ആളുള്ളത്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം കരുതിയിട്ടല്ല ഇൽമ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇൽമ പഠിക്കാൻ തീരെ ആളുകളില്ല. അവരുടെ ചിന്ത മുഴുവനും ഭൗതികമായ ചിന്തയാണ്. ഇന്ന് അതല്ലേ നമ്മുടെ നാടുകളിൽ കാണുന്നത്. മദ്രസയിലേക്ക് കുട്ടികളെ അയക്കുന്നില്ല. എന്താ കാരണം? 7 മണിക്ക് സ്കൂൾ ബസ് വരുന്നു, 7:00 സ്കൂൾ ബസ് വരുന്നു. അതുകൊണ്ട് ഉസ്താദെ, എന്റെ കിടാന് 7:00 സ്കൂൾ ബസ് വരുന്നു, മദ്രസക്ക് അയക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് അവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത്? ഭൗതിക പഠനത്തിനാണ്. അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കൽ നിർബന്ധമാണ്, നമ്മുടെ മക്കൾക്ക് വാജിബാണ്. അതിന് വിലയില്ല, അതിന് യാതൊരു വിലയില്ല. സ്കൂളിൽ ഒരു പേരന്റ് മീറ്റ് വിളിച്ചാൽ അന്ന് ഓഫീസിൽ ലീവാക്കി, പരേല് ലീവാക്കി, പെണ്ണുങ്ങൾ വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും പാർസൽ വിൽപ്പിച്ചിട്ടെങ്കിലും സ്കൂളിലേക്ക്
പേരൻസ് മീറ്റിംഗ് വന്നു. മദ്രസയിൽ പേരൻസ് മീറ്റിംഗ് വിളിച്ചെങ്കിലോ ആകെ കുറച്ചാള് 4 ആള്. അവിടെ ഒപ്പിടനും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെയല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥകൾ, നമ്മുടെ ഇൽമിന്റെ അവസ്ഥകൾ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മദ്രസക്കും നമ്മുടെ ഇൽമിനും നമ്മൾ എത്ര പ്രാധാന്യം നൽകുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്കൂളുകൾ എങ്ങനെയാകണം? ഹൈടെക് ആവണം, AC വേണം. നമ്മുടെ സ്കൂളുകൾ ഏറ്റവും നല്ല ഉഷാറായ സ്കൂളുകളാകണം, ഗാർഡൻ വേണം, അല്ലേ? നമ്മുടെ മദ്രസകൾ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? ഇനിയുള്ള കാലത്ത് നമ്മുടെ കുട്ടികൾ മദ്രസയിലേക്ക് ആകർഷിക്കണ്ടേ, മദ്രസയിലേക്ക് വരണ്ടേ? നമ്മുടെ മദ്രസകൾ ഏറ്റവും നല്ല ഇൽമു പഠിക്കാനുള്ള, അവരുടെ പുതിയ കാലത്തെ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ ഇൽമിന്റെ കേന്ദ്രങ്ങളായി നമ്മുടെ മദ്രസകളെ നമ്മൾ മാറ്റണം. എന്തുകൊണ്ട് നമുക്കതിന് സാധിക്കുന്നില്ല? മദ്രസ വേണമെങ്കിൽ ആർക്കും വേണ്ടാത്ത, ഇവിടത്തെ അങ്ങനെ എന്ന് പറയുന്നത് ചില സ്ഥലത്ത് അങ്ങനെയാണ്, ആർക്കും വേണ്ട. അതിന് പെയിന്റും കൊടുത്തിട്ടില്ല, അതിന് ബണ്ണത്തം പിടിച്ച് ബല പിടിച്ച് നാറിയിട്ടുണ്ടാവും മദ്രസ. തിരിഞ്ഞു നോക്കാൻ ചിലപ്പോൾ ആളുണ്ടാവൂല. നമ്മുടെ വീടുകളോ എത്ര ഭംഗിയാണ് നമ്മുടെ വീടുകൾ, നമ്മുടെ പരകൾ എത്ര സൗന്ദര്യമാണ്. ടൈൽസ് ഇട്ട്, ഗ്രാനൈറ്റ് ഇട്ട്, മാർബിൾ ഇട്ട്, ഗാർഡൻ ഉണ്ടാക്കി, ഇന്റർലോക്ക് ഇട്ട്, കമ്പൗണ്ട് കെട്ടി, എത്ര ഭംഗിയാണ് നമ്മുടെ വീടുകൾ. നമ്മുടെ മദ്രസകളോ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കണമെന്ന് വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് എല്ലാ കൊല്ലം മുഫത്തിഷ് വന്നിട്ട് പറയുന്നു, കണക്കെടുത്തിട്ട് കമ്മിറ്റിക്കാരെ ഇരുത്തിട്ട് പറയും ഒരു സ്മാർട്ട് ക്ലാസ് റൂം ആക്കണം. അത് കേട്ടിട്ട് പോകുന്നല്ലാതെ അത് നടപ്പിൽ വരുന്നില്ല. പലയിടത്തും ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഇൽമിന് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നു. നമ്മൾ ഭൗതിക അറിവിന്റെ പിന്നിൽ മാത്രം പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രക്ഷിതാക്കളും അതിന്റെ അടിമകളായി മാറിയിരിക്കുന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ഇൽമു പഠിക്കാൻ ആളുകളില്ല, ഇൽമിന്റെ വിഷയത്തിലേക്ക് ആളുകളില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അതിന്റെ ആളുകളാകാൻ പാടില്ല. നമ്മുടെ മക്കൾക്ക് ഇൽമു നന്നായി പഠിപ്പിക്കണം. സ്കൂളിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്കൂളാണ്. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് നിയമമാണ്. സ്കൂളിൽ നിന്ന് പറഞ്ഞു, കുട്ടികളുടെ മുടി കൃത്യമായി വെട്ടണം, മുടി ഒരുപോലെ വെട്ടണം, പുതിയ പുതിയ ഹെയർ സ്റ്റൈലിലൂടെ മുടി കട്ട് ചെയ്തിട്ട് സ്കൂളിലേക്ക് വരാൻ പാടില്ല. സ്കൂൾ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ബാർബർ ഷോപ്പിൽ ഒഴിവുണ്ടാവൂല, അത്രയും ഉമ്മമാര് ഈ മക്കളെ കൊണ്ടുപോയിട്ട് മുടി വെട്ടിക്കും സ്കൂളിന് വേണ്ടി. മദ്രസ എന്ന് ഉസ്താദ് പറഞ്ഞെങ്കിലാ പിറ്റേന്ന് മദ്രസന്റെ മുന്നിൽ സമരായിരിക്കും രക്ഷിതാക്കൾ വന്നിട്ട്. പല നാടിന്റെ അവസ്ഥ അങ്ങനെയാണ്. അയാൾ ആരി എന്റെ കിടാന്റെ മുടിയെടുപ്പിക്കാൻ പറയാൻ, അയാൾ ചോറ് കൊടുക്കുന്ന, ഞാനല്ല ചോറ് കൊടുക്കുന്ന. ഇതാണ് പല രക്ഷിതാക്കളുടെയും അവസ്ഥ. ഉസ്താദിനെന്തേ എന്റെ കിടാവ് മുടി വെച്ചെങ്കിൽ അയാൾക്ക് തൊപ്പിയെടുത്തിട്ട് നോക്കേണ്ട അധികാരം എന്തുള്ള, പഠിപ്പിച്ചെങ്കിലേ. ഇതാണ് പല രക്ഷിതാക്കളുടെയും അവസ്ഥ. അതേ സ്ഥാനത്ത് സ്കൂൾ എന്ന് പറഞ്ഞാലോ അത് നിയമമാണ്, മദ്രസ എന്ന് പറഞ്ഞെങ്കിൽ അത് നിയമമല്ല. നമ്മൾ ഇൽമിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നു, നമ്മുടെ ശരഈയായ അറിവിന് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇൽമിന്, ദീനിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാലം, അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ കാത്തു സലാമത്താകട്ടെ. അറിവ്, ഇൽമ് അത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ മക്കൾക്ക് നല്ല ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കണം. പക്ഷേ ശർഈയായ ഇൽമ് മറന്നുകൊണ്ടാകരുത്, ശർഈയായ ഇൽമിനെ വിട്ടുകൊണ്ടാകരുത്, ശർഈയായ ഇൽമ് ഇല്ലാതെയായി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, അഞ്ചാമത്തെ കാര്യം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പുരുഷൻ പെണ്ണിനെ വഴിപ്പെടുന്ന കാലം വന്നാൽ, ഇന്നല്ല അങ്ങനെയാണ്, നേരെ തിരിച്ചാണ്. എല്ലാം പെണ്ണുങ്ങ പറയുമ്പോൾ, ബാങ്കിലൊക്കെ പോകുന്ന പെണ്ണുങ്ങ, പീടിയക്ക് ഷോപ്പിങ്ങിന് പോകുന്ന പെണ്ണുങ്ങള്, പച്ചക്കറി വാങ്ങാൻ പെണ്ണുങ്ങള്, ഇറച്ചി വാങ്ങാൻ, മീഞ്ഞ് വാങ്ങാൻ ഒക്കെ പെണ്ണുങ്ങളാ. ആണുങ്ങളെ വീട്ടിലിരിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇങ്ങനത്തെ കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ കാലമാണ്, അടയാളമാണ്. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ കാന ഉലമാഉകും ശിറാറകും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ നാശകാരികളായാൽ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ നല്ലത് പറയേണ്ട ആളുകൾ തന്നെ ചീത്ത പറയാൻ തുടങ്ങിയാൽ, അതുപോലെ തന്നെ വഅഗ്നിയാഉകും ബുഖലാകും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള മുതലാളിമാർ സമ്പന്നന്മാർ അവർ പിശുക്കന്മാരായാൽ, ബഖീലന്മാരായാൽ, വഉമൂറുകും ഇലാ നിസായികും, നിങ്ങളെ കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾ തീരുമാനിക്കുന്ന കാലം വന്നാൽ, ഫബതുനുൽ അർളി ഖൈറും മിൻ ലഹരിഹാ, ഈ ഭൂമിന്റെ പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ മരിച്ച് ഖബറിൽ കിടക്കുന്നതാണ് നല്ലത്. പെണ്ണുങ്ങളെ വീട്ടിലെ പെണ്ണുങ്ങളാണ് ആ എല്ലാ അധികാരവും കൊണ്ടു നടക്കുന്നവരായാൽ, പെണ്ണ് വീട് ഭരിക്കേണ്ടവളാണ്, വീട്ടിലെ കാര്യം പെണ്ണാണ് നോക്കേണ്ടത്, നാട് ഭരിക്കേണ്ടത് പെണ്ണല്ല. പെണ്ണുങ്ങളെ നാട് ഭരിക്കുന്ന കാലം വന്നാൽ, പെണ്ണുങ്ങൾ അധികാരത്തിലേക്ക് കയറുന്ന കാലം വന്നാൽ, ഇലക്ഷൻ വരുമ്പോ കാണാം പെണ്ണുങ്ങൾ ഇങ്ങനെ വീട് വീട് കയറി വോട്ടഭ്യർത്ഥിക്കുന്നത്. ഓ മുസ്ലിം പെണ്ണേ, ഇസ്ലാം നമുക്കതിന് അനുവാദം തന്നിട്ടില്ല. ഇസ്ലാം അതിന് അനുവാദം തന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പുരുഷൻ പെണ്ണിനെ വഴിപ്പെടുന്ന കാലം വന്നാൽ, ചില പെങ്കൂസന്മാരുണ്ട്, പെങ്കൂസന്മാരെന്ന് അവർക്ക് പറയല്, അവര് എല്ലാം പെണ്ണുങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവൻ പെണ്ണിനെ പോലെയും അവൾ ആണിനെ പോലെയുമാണ് വീട്ടിൽ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ ഒരു പുരുഷൻ പെണ്ണിനെ വഴിപ്പെടുന്ന കാലം വന്നാൽ, ഓ ചെറുപ്പക്കാരെ, യുവാക്കളെ, നമ്മളെ ഇത്രയും കാലം ഉമ്മയും ബാപ്പയും പോറ്റിയിട്ട് വലുതാക്കിയിട്ട് നമ്മളൊരു പെണ്ണ് കെട്ടിയപ്പോഴേക്ക് ഒരു പെണ്ണ് വീട്ടിലേക്ക് വന്നാൽ, പിന്നെ സുബ്ഹാനല്ലാഹ്, ഉമ്മ ചെയ്യുന്നത് മുഴുവനും നമ്മുടെ കണ്ണിൽ കുറ്റമാണ്, ബാപ്പ ചെയ്യുന്നത് മുഴുവനും നമ്മുടെ കണ്ണിൽ കുറ്റമാണ്. ഉമ്മയുടെ സംസാരം പിടിക്കുന്നില്ല, ബാപ്പന്റെ സംസാരം പിടിക്കുന്നില്ല. അങ്ങനെ നിന്റെ മനസ്സിലാകുന്നുണ്ടോ? അന്ത്യനാളിന്റെ അടയാളമാണ് കേട്ടോ. പെണ്ണിനെ വഴിപ്പെടുന്ന കാലം വന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമ്മയെ വേദനിപ്പിക്കുന്നവർ, ഉമ്മയെ വേദനിപ്പിക്കുന്ന കാലം വന്നാൽ, ഒരു പെണ്ണ് കെട്ടിയിട്ട് പെണ്ണ് വീട്ടിലേക്ക് വന്നപ്പോ സുബ്ഹാനല്ലാഹ്, പിന്നെ ഉമ്മാന്റെ സംസാരങ്ങളിൽ മുഴുവനും ഇവനിക്കതാ ഒന്നും പിടിക്കുന്നില്ല. ഉമ്മ സംസാരിക്കും, ഇവനിക്ക് ചൂടാകുന്നു, ദേഷ്യം വരുന്നു, ഉമ്മയുടെ വർത്തമാനം കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പെണ്ണ് പറയുന്നതാണ് ശരി, പെണ്ണിന്റെ അടുത്താണ് ഇവൻ നിൽക്കുന്നത്. ഉമ്മയുടെ സംസാരത്തിനെതിര് പറയുന്ന മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അവൻ ചങ്ങാതിമാരെ അടുപ്പിക്കുന്നു. ഇന്ന് പല നാട്ടിലും സംഭവിക്കുന്ന കാര്യമാണ്. വീട്ടില് ഇവനെ ഉമ്മ പ്രസവിച്ചു ഇത്രയും പോറ്റി വലുതാക്കി, ബാപ്പ കഷ്ടപ്പെട്ട് ഇവനെ പഠിപ്പിച്ച് വലുതാക്കി, നല്ല ജോലിയിലെത്തുന്ന രൂപത്തിൽ എല്ലാം നൽകി ഇത്രയും വലുതാക്കിയിട്ട് അവന്റെ മംഗലത്തിന്റെ ദിവസം ബാപ്പ പറഞ്ഞു, മോനെ അതൊന്നും വേണ്ട, നിങ്ങൾ മുണ്ടാതിരിക്കുക ബാപ്പ, ഈ കാലത്ത് ചെല്ലിട്ട് കാര്യമില്ല. ഉമ്മയുടെ സംസാരത്തിന് വിലയില്ല. അന്ന് ബാപ്പ പറഞ്ഞതിന് യാതൊരു വിലയില്ല. പിന്നെ ആർക്കാ വിലയുള്ളത്? എന്റെ ചങ്ങായിമാർ അവരെ പറയാൻ കേല, അവരെന്തും ചെല്ലിറങ്ങേല. ബാപ്പ ചിലപ്പോ എണിച്ച് നിന്നിട്ട് കൂടെ ആരും ബാല്യക്കാർ വന്നിട്ട് കുരുത്തക്കേടാക്കാൻ കേല എന്ന് പറഞ്ഞെങ്കിൽ അപ്പ ഇറങ്ങിട്ട് പോവും അവർ.
അപ്പൊ ഈ മോന് ദേഷ്യം പിടിക്കും. മോനെ ആലോചിക്കുക, ആരാണിത്? ഇതാരാണ് പറയുന്നത്? സ്വന്തം ബാപ്പയും ഉമ്മയും ഇത്രയും കൊല്ലം പോറ്റി വളർത്തി വലുതാക്കിയ ബാപ്പ ഉമ്മയുടെ വാക്കിന് വില കൊടുക്കാതെ ഈ ചങ്ങാതിമാരെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന യുവാക്കളെ, യുവതികളെ മനസ്സിലാക്കുക. നാശത്തിന്റെ ജീവിതത്തിലെ നാശത്തിന്റെ തുടക്കമാണത്, പരാജയത്തിന്റെ തുടക്കമാണത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്. മോനെ, നിനക്കുള്ള സ്വർഗം നിന്റെ ഉമ്മന്റെ കാലിന്റെ ചോട്ടിലാണ്. ആ ഉമ്മന്റെ കാലിന്റെ ചോട്ടിലാണ് മോനെ നിനക്ക് സ്വർഗമുള്ളത്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞു, മോനെ, ഇന്നൽ വാലിദൈനി ബാബും മിൻ അബ്വാബിൽ ജന്നാ. മോനെ, നിന്റെ ബാപ്പയും ഉമ്മയും ഉണ്ടല്ലോ, നിനക്ക് സ്വർഗത്തിലേക്കുള്ള വാതിലുകളാണ്. നിന്റെ ബാപ്പയും ഉമ്മയും നിനക്ക് സ്വർഗത്തിന്റെ ഡോറുകളാണ്. അതുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകണോ? നിന്റെ ബാപ്പയിലൂടെയാണ്. നിനക്ക് സ്വർഗത്തിൽ പോകണോ? നിന്റെ ഉമ്മയിലൂടെയാണ്. ഉമ്മന്റെയും ബാപ്പന്റെയും പൊരുത്തം നിനക്കില്ലേ? ഉമ്മന്റെയും ബാപ്പന്റെയും മനസ്സ് നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിനക്ക് സ്വർഗത്തിന്റെ വാതിലടക്കപ്പെട്ടു പോയി മോനെ. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമല്ലേ? ഉമ്മന്റെ വാക്കിന് വില കൊടുക്കുന്നില്ല, ഭാര്യന്റെ വാക്കിനാണ് വില കൊടുക്കുന്നത്. ഭാര്യ പറഞ്ഞത് ശരിയാണ്, ഉമ്മ പറഞ്ഞത് ശരിയായാലും അതിനെതിരാണ്. ബാപ്പന്റെ വാക്കിന് വില കൊടുക്കുന്നില്ല, അവന്റെ ചങ്ങാതിമാര് പറഞ്ഞതാണ് അവനക്ക് ഏറ്റവും വലുത്. ചങ്ങാതിമാർക്കാണെന്ന് സ്ഥാനം കൊടുക്കുന്നത്. ചങ്ങാതിമാരെ ഇഷ്ടമാണ് അവൻ അനുകരിക്കുന്നത്. ബാപ്പന്റെ ഇഷ്ടം അവനിക്ക് വിഷയമല്ല, ഉമ്മന്റെ ഇഷ്ടം അവനിക്ക് വിഷയമല്ല. അവന്റെ പെണ്ണിന്റെയും അവന്റെ കൂട്ടുകാരന്റെയും ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുക്കുന്ന മക്കളെ, ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വഅഖ ഉമ്മഹു വഅദ്നാ സ്വദീഖഹു. പെണ്ണിന്റെ പുരുഷൻ പെണ്ണിനെ അനുകരിക്കുന്നു, ഉമ്മയെ വേദനിപ്പിക്കുന്നു, ബാപ്പയെ ദൂരത്താക്കുന്നു, ചങ്ങാതിമാരെ അടുപ്പിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ബാപ്പമാർക്കുള്ള പരാതി ഇതാണ്. ബാപ്പമാരുടെ ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോ പറയും, എന്തു ചൊല്ലിട്ട് കാര്യമില്ല ഉസ്താദ്, മക്കളോട് എന്ത് ചൊല്ലിട്ട് കാര്യമില്ല, അവരെ കൊസി, ഞമ്മ എന്ത് പറഞ്ഞതിനും വിലയില്ല, ഞമ്മ പറഞ്ഞെങ്കിൽ ഞമ്മ ബടക്ക്, ഞമ്മ ശല്യം മക്കൾക്ക്. സുബ്ഹാനല്ലാഹ്, ഒരു ബാപ്പന്റെ മനസ്സിൽ അങ്ങനെ വന്നുപോയാൽ ഖുർആൻ എന്താ പറഞ്ഞത്? വലാ തഖുൽ ലഹുമാ ഉഫിൻ. അവരെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നീ അവരോട് സംസാരിക്കേണ്ടത് വളരെ വളരെ അദബോടുകൂടി, നല്ല ബഹുമാനത്തോടുകൂടി അല്ലാതെ ബാപ്പയോട് സംസാരിക്കരുത്. വളരെ ബഹുമാനത്തോടുകൂടി അല്ലാതെ ഉമ്മയോട് സംസാരിക്കരുത്. ഖുർആനിന്റെ കൽപ്പനയാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ. അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങളെ ഉമ്മക്കും ബാപ്പക്കും നിങ്ങൾ ഗുണം ചെയ്യണേ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. പ്രായമായ ബാപ്പയും ഉമ്മയും നിന്റെ അടുത്തുണ്ടോ? അല്ലെങ്കിൽ രണ്ടിൽ ആരെങ്കിലും ഒരാള്, ഉമ്മയുണ്ടോ ബാപ്പയുണ്ടോ, ആരെങ്കിലും ഒരാള് പ്രായമുള്ളവര് നിന്റെ കൂടെയുണ്ടോ? അവർക്ക് നീ നന്മ ചെയ്യണേ. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. അവരെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും പറയരുത് മോനെ. വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരെ നീ എതിർത്തു പോകരുത്, അവരെ എതിർത്തു പോകരുത്. അവരെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന വാക്ക് പറയരുത്. അവരോട് നീ ഏറ്റവും ബഹുമാനത്തിന്റെ, ഏറ്റവും നല്ല ആദരവിന്റെ വാക്കല്ലാതെ ഉമ്മയോടും ബാപ്പയോടും നീ സംസാരിക്കരുത് മോനെ.
വീണ്ടും ഖുർആൻ പറയുന്നു വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ. ആ ഉമ്മക്കും ബാപ്പക്കും നീ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം. വിനയത്തോടെ സംസാരിക്കണം, കാരുണ്യത്തോടെ സംസാരിക്കണം. നീ എത്ര വിനയം കാണിച്ചാലും, നീ എത്ര താഴ്മ കാണിച്ചാലും, നീ എത്ര വിനയം കാണിച്ചാലും അതൊരിക്കലും ഉമ്മക്കും ബാപ്പക്കും മതിയാവൂല. അതുകൊണ്ട് നീ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവോട് പറഞ്ഞു, വഖുർ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. മോനെ നീ പറഞ്ഞോ, റബ്ബേ എന്റെ ഉമ്മയും ബാപ്പയും എനിക്ക് ചെറിയ കുട്ടിക്കാലത്ത് കരുണ കാണിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണേ അല്ലാഹ് എന്ന് ദുആർക്കാനാണ് പറഞ്ഞത്. ഒരു മകനെ കൊണ്ട് ഇനി മകൻ ജീവിതം മുഴുവനും ഉമ്മക്കും ബാപ്പക്കും നന്മ ചെയ്താലും ഉമ്മയും ബാപ്പയും ചെയ്ത നന്മക്ക് പകരമാവൂല, പകരം ചെയ്യാൻ കഴിയില്ല. ലോകത്തൊരു മകനെ കൊണ്ടും കഴിയില്ല, ഒരു മകളെ കൊണ്ടും കഴിയില്ല. അതിനെന്ത് ചെയ്യണം? അള്ളാഹിനോട് പറയണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പടച്ചോനെ, ഞാൻ ചെറിയ കുഞ്ഞായപ്പോ എന്നോട് കരുണ കാണിച്ചതുപോലെ നീ അവർക്ക് കരുണ കാണിക്കണേ എന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയത്. ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഒരു വേദനിക്കുന്ന ഒരു വാക്ക് പോലും അവരോട് പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു ദിവസം കഅബാലയത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ നമ്മള് കഅബാലയത്തിന്റെ അടുത്ത് നിൽക്കുമ്പോ വറജുലുൻ യമാനിയുൻ യതൂഫു ബിൽ ബൈത്തി, ഒരു യമനി പണ്ഡിതൻ, യമനിയായ ഒരു പുരുഷൻ, അയാൾ ഇങ്ങനെ കഅബയ്ക്ക് ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. കഅബന്റെ അടുത്ത് ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. എങ്ങനെ തവാഫ് ചെയ്യുന്നത്? ഖദ് ഹമല ഉമ്മഹു അലാ ദഹ്രിഹി, അയാൾ ഉമ്മാനെ ഇങ്ങനെ ചുമലിരുത്തിയിട്ടാണ്, തന്റെ കുഞ്ചിയിൽ ഉമ്മാനെ ഇങ്ങനെ ഇരുത്തിയിട്ട്, നമ്മൾ ചെറിയ കിടാക്കളെ ഇങ്ങനെ കുഞ്ചിലിരുത്തിയിട്ട് കളിപ്പിക്കുന്നില്ലേ, ഇതുപോലെ ഉമ്മാനെ തന്റെ ചുമലിൽ ഇരുത്തിയിട്ട് ഇയാൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നി ലഹാ ബഈറുഹൽ മുദല്ലലു ഇദർ റികാബു നഫറത് ലാ അൻഫറൂ. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് വേണ്ടി നല്ല സംഭാവനകൾ നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ആ ചെറുപ്പക്കാരൻ, യമനിയായ ചെറുപ്പക്കാരൻ അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മാനെ ചുമരിൽ ഇരുത്തിട്ട് തവാഫ് ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ പറയുന്നു, ഇന്നി ലഹാ ബഈറുഹൽ മുദല്ലലു ഇദർ റികാബു നഫറത് ലാ അൻഫറു മാ ഹമലതു വഅർലഅത്നി അക്തറു റബ്ബി ദുൽ ജലാലി അക്ബറു. എന്താ ചെറുപ്പക്കാരൻ പറയുന്നത്? ഇന്നി ലഹാ ബഈറുഹൽ മുദല്ലലു, എന്റെ ഉമ്മാക്ക് ഞാൻ പരിശീലിപ്പിക്കപ്പെട്ട ഒരു ഒട്ടകം പോലെയാണ്. എന്റെ ഉമ്മയുടെ ഒട്ടകമാണ് ഞാൻ. എന്റെ ഉമ്മക്ക് പരിശീലിപ്പിക്കപ്പെട്ട ഒട്ടകമാണ് ഞാൻ. ഞാൻ ഉമ്മയുടെ വാഹനമാണ്. ചിലപ്പോൾ ഒട്ടകം ഇങ്ങനെ തുള്ളിച്ചാടും, ചിലപ്പോൾ ഇങ്ങനെ അതിങ്ങനെ പരിച്ചു കെട്ടും, ചിലപ്പോ തുള്ളിച്ചാടും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യൂല. ഞാൻ പരിശീലിപ്പിക്കപ്പെട്ട ഒട്ടകം പോലെയാണ്. ഉമ്മക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഉമ്മയെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ട് നടക്കുന്നവനാണ് ഞാൻ. ഉമ്മയുടെ ഒട്ടകമാണ്. എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ ഉമ്മ എത്രയാണ് എന്നെ ചുമന്ന് നടന്നിട്ടുള്ളത്. ഞാൻ ഉമ്മയെ ഒട്ടകം ചുമക്കുന്നത് പോലെ ചുമന്നു കൊണ്ടുപോയാലും അതൊന്നും അത്ഭുതമല്ലല്ലോ.
ചെറിയ കുട്ടിയായ കാലത്ത് എന്റെ ഉമ്മ എന്നെ ചുമന്ന് നടന്നില്ലേ? എത്രയാണ് എന്നെ ചുമന്നു കൊണ്ടുപോയത്. മൂത്രിച്ചപ്പോഴും കാഷ്ടിച്ചപ്പോഴും എല്ലാം സഹിച്ചപ്പോഴും എല്ലാം സഹിച്ച് എന്റെ ഉമ്മ എന്നെ ചുമന്ന് നടന്നില്ലേ? കല്യാണത്തിന് പോകുമ്പോഴും മരുന്നിന് പോകുമ്പോഴും വിരുന്നിന് പോകുമ്പോഴും എവിടെ പോകുമ്പോഴും എന്നെ ചുമന്നു കൊണ്ടുപോയില്ലേ? എന്നെ എത്രയാണ് എന്റെ ഉമ്മ ചുമന്ന് നടന്നത്? അതിന് കണക്കില്ലല്ലോ, അതിരില്ലല്ലോ. ഉമ്മ എനിക്ക് മുലയൂട്ടിയില്ലേ, മുലപ്പാല് തന്നില്ലേ? ഇതൊന്നിനും പകരം ഞാൻ ഉമ്മയെ ചുമക്കുന്നത് മതിയാവൂല. എന്റെ ഉമ്മ എനിക്ക് വേണ്ടി സഹിച്ചത് എത്രയാണ്, അനുഭവിച്ചത് എത്രയാണ്, ഉമ്മ എനിക്ക് വേണ്ടി ചെയ്ത കഷ്ടപ്പാടുകൾ എത്രയാണ്, ഉമ്മ എനിക്ക് വേണ്ടി അനുഭവിച്ച വേദനകളും യാതനകളും എത്രയാണ്. റബ്ബേ ദുൽ ജലാലി അക്ബറൂ, റബ്ബേ നീയാണ് ഏറ്റവും വലിയവൻ, ആ ഉമ്മക്ക് നീ തന്നെ പ്രതിഫലം കൊടുക്കണേന്ന് ഈ മകൻ ഇങ്ങനെ പാട്ടും പാടി പറയുന്നുണ്ട്. ഉമ്മയെ ചുമന്ന് നടക്കുകയാണ്. ഇതിങ്ങനെ പാടിയിട്ട് അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നിട്ടാ ചെറുപ്പക്കാരൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞു നിന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യമെന്നറിയുമോ? അതറാനി ഖളൈതു ഹഖഹാ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ, ഞാൻ എന്റെ ഉമ്മയെ ചുമന്ന് നടക്കുന്നത് കൊല്ലങ്ങളായി. എന്റെ ഉമ്മക്ക് ഞാനൊരു ഒട്ടകം പോലെയാണ്. ഞാൻ എന്റെ ഉമ്മയോട് കടപ്പാട് വീട്ടിയവനാണോ? ഉമ്മയോടുള്ള കടപ്പാട് ഞാൻ വീട്ടിയവനാണോ? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ എന്ന് ചോദിക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മറുപടി, ഓ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ആ ഉമ്മയെ സംബന്ധിച്ച് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മറുപടി നമ്മൾ കേൾക്കേണ്ട മറുപടിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ലാ, ഇല്ല മോനെ, ഇല്ല. നിന്റെ ജീവിതം മുഴുവനും നീ ഉമ്മാനെ ചുമന്ന് നടന്നാലും, ജീവിതം മുഴുവനും നീ ഉമ്മാനെ ചുമന്ന് നടന്നാലും അത് ഉമ്മക്ക് എത്രേ മതിയാവുകയുള്ളൂ, മതിയാവൂല. വലാ ബിത്വൽഖത്തിൻ വാഹിദത്തിൻ മിൻ ത്വലഖാതിഹാ. മോനെ, നീ ഉമ്മയുടെ ഗർഭത്തിൽ 9 മാസം കിടന്നവനാണ്. ആ ഉമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന കാലഘട്ടത്ത് ചുരുണ്ട് കിടക്കുന്ന നിന്റെ കൈയും കാലുകളും ചുരുണ്ട്, ഉമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന കാലഘട്ടത്ത് നിന്റെ കാലൊന്നു നീ നിവർത്തിയ സമയത്ത് ഒരൊറ്റ ആ ചവിട്ടിൽ ഉമ്മ അനുഭവിച്ച വേദനയുണ്ടല്ലോ, ആ വേദനക്ക് മാത്രം നിന്റെ ജീവിതം മുഴുവനും നീ ഉമ്മാനെ ചുമന്ന് നടന്നാലും അതിന് പകരമാവൂല. ഉമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന കാലഘട്ടത്ത് നമ്മൾ കാലൊന്ന് ചുരുട്ടിയുണ്ടായിരുന്ന കാല് ഒന്ന് നിവർത്തിയപ്പോൾ ഉമ്മ അനുഭവിച്ച വേദനക്ക് മാത്രം ജീവിതം മുഴുവനും ഉമ്മാനെ ചുമന്ന് നടന്നാലും മതിയാവൂല. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വലാകിന്നക അഹ്സൻത, എങ്കിലും മോനെ നീ ചെയ്തത് വലിയ നല്ല കാര്യമാണ്. വല്ലാഹു യുസീബുക അലൽ ഖലീലി കസീറാ. നീ ചെയ്ത ഈ ചെറിയ സേവനത്തിന് അല്ലാഹു നിനക്ക് വലിയ പ്രതിഫലം തരട്ടെ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരനിക്ക് ദുആ ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ആ ഉമ്മയുടെ സ്നേഹം, ഉമ്മ നമുക്ക് നൽകിയ സേവനം, ആ ഉമ്മക്ക് നമ്മൾ എത്ര ചെയ്താലും മതിയാവുകയില്ല. ആ ഉമ്മയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഅതാ അർറജുലു ഇംറഅതഹു വഅഖ ഉമ്മഹു വഅദ്നാ സ്വദീഖഹു വഅഖസാ അബാഹു. പെണ്ണിന്റെ പഴക്കം കേട്ട്, പെണ്ണിന്റെ വാക്ക് കേട്ട് ഉമ്മയോട് വെറുക്കുന്ന, ഉമ്മയോട് ചൊടിക്കുന്ന, ഉമ്മയോട് ശണ്ട കൂടുന്ന, ഉമ്മയോട് സംസാരമുണ്ടാക്കുന്ന മക്കളെ,
നരകത്തിലേക്കുള്ള യാത്രയാണ് നീ ചെയ്യുന്നത്. സ്വർഗത്തിന്റെ വാതിലുകളാണ് നിനക്കടക്കപ്പെടുന്നത്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ് നിനക്കടക്കപ്പെടുന്നതെന്ന് നീ മനസ്സിലാക്കുക. അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിന്റെ ചോട്ടിലാണ് നിനക്കുള്ള സ്വർഗമെന്നോർക്കുക. ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ചങ്ങാതിമാരെ അടുപ്പിക്കുന്നു, ഉമ്മയെ വേദനിപ്പിക്കുന്നു, ബാപ്പയെ ദൂരത്താക്കുന്നു. നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ പലരിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഗാർഹിക പീഡനങ്ങൾ, വീടിന്റെ അകത്തുള്ള പല സംഭവങ്ങളും ഇങ്ങനെയാണ്. പാവം ഉമ്മ അതൊക്കെ അനുഭവിച്ച്, കുടുംബത്തിൽ പ്രശ്നം വേണ്ട, കുടുംബത്തിൽ കളാട്ട വേണ്ട, എൻ്റെ മോനിക്കൊരു വിഷമാകണ്ട എന്ന് കരുതിയിട്ട് ഉമ്മ അതൊക്കെ ഇങ്ങനെ ഇറക്കി 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 സഹിച്ച് നിൽക്കുകയാണ്. 199 ഉമ്മമാരുടെയും കഥകൾ എങ്ങനെയാണ്. അതുകൊണ്ട് ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ ഉമ്മയെ നമ്മൾ വേദനിപ്പിക്കരുത്. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, വളഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദ്, പള്ളിയിൽ സംസാരം വർദ്ധിക്കുന്ന കാലം. പള്ളിയിൽ സംസാരം വർദ്ധിക്കുന്ന കാലം. കുടുംബത്തിന്റെ പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നം, മറ്റ് എല്ലാ പ്രശ്നങ്ങളും പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന കാലം. അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നത്തിനെ കൊണ്ടുവന്ന് തീർക്കുന്നത് പള്ളിയിൽ. രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് തീർക്കുന്നത് പള്ളിയിൽ. കുടുംബത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് തീർക്കുന്നത് പള്ളിയിൽ. ഇങ്ങനെ പള്ളിയിൽ ശബ്ദം അധികരിക്കുന്ന കാലം വന്നാൽ, പള്ളിയിലും പള്ളിയുമായി ബന്ധപ്പെട്ട് ഒച്ചപ്പാടുകൾ, ശബ്ദങ്ങൾ വർദ്ധിക്കുന്ന കാലം, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നമ്മൾ അതൊന്നും പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. പള്ളി അല്ലാഹുവിന്റെ വീടാണ്. ആ പള്ളിയിലുള്ള സംസാരം ദിക്റും സ്വലാത്തും ഖുർആനോത്തും നിസ്കാരവും ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ മാത്രമാണ്. വേറൊന്നും പള്ളിയിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വസാദൽ ഖബീലത ഫാസിഖുഹും, ഖിയാമത്ത് നാളിന്റെ അടയാളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു സംഘത്തിന്റെ നേതാവ്, ഒരു കമ്മിറ്റിയുടെ നേതാവ്, ഒരു സമൂഹത്തിന്റെ നേതാവ് ആ നാട്ടിലെ ഏറ്റവും വലിയ തെമ്മാടിയാകുന്ന കാലം വന്നാൽ, നല്ലവർക്ക് സ്ഥാനമില്ല, നല്ലവർക്ക് വിലയില്ല, നല്ലവർക്ക് അവിടെ നിയന്ത്രണമില്ല, തെമ്മാടികളാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അങ്ങനത്തെ കാലം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വകാന സഈമുൽ ഖൗമി അർദലഹും, ഒരു സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ടവനാണ് ആ സമൂഹത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നത്. ഇങ്ങനത്തെ കാലം വന്നാൽ വളഹറത്തിൽ ഖൈനാത്തു വൽ മആസിഫ്, പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ രംഗത്ത് വരുന്ന കാലം വന്നാൽ, പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ രംഗത്ത് വരുന്ന കാലം വന്നാൽ, പെണ്ണുങ്ങളെ ഹിജാബൊക്കെ മാറിപ്പോയി, പെണ്ണുങ്ങളെ മറയൊക്കെ നീങ്ങിപ്പോയി. ഇന്ന് പരസ്യമായി പെണ്ണ് സ്റ്റേജിൽ കയറി പാട്ടുപാടുന്ന കാലമാണ്. അങ്ങനത്തെ കാലം വന്നാൽ, മ്യൂസിക്കുകൾ രംഗത്ത് വരുന്ന കാലം വന്നാൽ, വശുരിബത്തിൽ ഹുമൂർ, കള്ളുകുടി വർദ്ധിക്കുന്ന കാലം വന്നാൽ, ലഹരി വർദ്ധിക്കുന്ന കാലം വന്നാൽ, പണ്ട് കള്ളു കുടിക്കുന്ന മനുഷ്യൻ ആ നാട്ടിൽ തന്നെ പള്ളിയിലേക്ക് വരൂല, പള്ളിന്റെ അടുത്തേക്കും വരൂല, നല്ല മനുഷ്യന്മാരുള്ള സ്ഥലത്തേക്കും കള്ളു കുടിക്കുന്നവൻ വരൂല. ഇന്ന് കള്ളു കുടിക്കുന്നവർ മദ്യപാനികളാണ് പലതും നിയന്ത്രിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, കള്ളുകുടി വർദ്ധിക്കുന്ന ഒരു കാലം വന്നാൽ, കള്ളും കഞ്ചാവും അതുപോലെ തന്നെ MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ വ്യാപകമായി ഇന്ന് സമൂഹത്തിലേക്ക് വിൽക്കപ്പെടുന്ന ഉപയോഗിക്കുന്ന ഒരു കാലം വന്നാൽ,
മദ്യപാനം, ലഹരി, ഇതുപോലൊത്ത് ഒന്നിന്റെയും പിറകിൽ പോകാൻ പാടില്ല. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതൊക്കെ വർദ്ധിക്കുന്ന കാലം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമൂഹത്തിന്റെ അവസാനം വന്നവര്, ആദ്യം വന്നവരെ ശപിക്കുന്ന കാലം വന്നാൽ, അല്ലേ? ആദ്യം വന്നുപോയ സ്വഹാബത്തിനെ, മദ്ഹബിന്റെ ഇമാമിങ്ങളെ, മുൻകഴിഞ്ഞുപോയ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്ന, ചീത്ത പറയുന്ന കാലം വന്നാൽ എല്ലാ പുത്തൻവാദികളും രംഗത്ത് വന്നു. ഇങ്ങനെയുള്ള കാലം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫൽയർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ, കൊടുങ്കാറ്റ് പ്രതീക്ഷിച്ചു കൊള്ളുക, ഭൂകമ്പം പ്രതീക്ഷിച്ചു കൊള്ളുക. അതുപോലെ തന്നെ കോലം മറിക്കലും ഭൂമി വിഴുങ്ങലും, അങ്ങനെ ഒരുപാട് അദാബുകൾ, പ്രളയം, അങ്ങനെ പലതും നിങ്ങൾ പ്രതീക്ഷിക്കുക. വൈറസ് രോഗങ്ങളും പലതും നിങ്ങൾ പ്രതീക്ഷിക്കുക. നമ്മുടെ തസ്ബീഹ് മാലന്റെ നൂല് പൊട്ടിയാൽ അതിന്റെ ഓരോ മണികൾ ഇങ്ങനെ ഉതിർന്നു വീഴുന്നത് പോലെ അദാബുകൾ ഒന്നിനു പുറകെ ശിക്ഷകൾ, അദാബുകൾ വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു നമ്മെ കാത്തു സലാമത്താക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുന്നിൽ ഖിയാമത്ത് നാൾ അടുത്തെത്തിയിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ ധാരാളം കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളാരും ഇതിന്റെ ആളുകളായി പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ സ്മരിക്കുന്ന, അവരെ ഓർക്കുന്ന, അവരുടെ പേരിൽ ഖുതുബിയത്ത് നടത്തുന്ന ഈ മഹനീയമായ സദസ്സിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഔലിയാക്കളെ മഹബത്ത് വെച്ച് ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം പോലും ഖളാ ആകാൻ പാടില്ല. നിസ്കാരം ഒഴിവാക്കരുത്, വലിയ തെറ്റാണത്. നിസ്കരിക്കാത്തവർക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. നിസ്കാരം ഒരിക്കലും തന്നെ നഷ്ടപ്പെട്ടു പോകരുത്. യുവാക്കളെ, യുവതികളെ, ഉമ്മമാരെ, മോമിനീങ്ങളെ, ഒരു നേരത്തെ നിസ്കാരം പോലും നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന് പരിഹാരമില്ല. നിസ്കാരം ഖളാ വീട്ടുക തന്നെയാണ്. അതുകൊണ്ട് ഒരു നേരത്തെ നിസ്കാരം പോലും ജീവിതത്തിൽ ഖളാ ആകാതെ സൂക്ഷിക്കണേ. ഫറലായ നിസ്കാരത്തിന് പുറമെ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം. ഖുർആൻ പാരായണം അധികരിപ്പിക്കണം. അങ്ങനെ ഖുർആൻ പാരായണം അധികരിപ്പിച്ച്, സ്വലാത്ത് അധികരിപ്പിച്ച്, സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച്, നമുക്കെല്ലാം തന്ന് നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ച രാജാവായ ആ അല്ലാഹുവാണ് നമുക്ക് വെള്ളം തന്നത്, വെളിച്ചം തന്നത്, വായു തന്നത്, ഭക്ഷണം തരുന്നത്, ആരോഗ്യം തന്നത്, സർവ്വതും തരുന്നത് രാജാവായ അല്ലാഹു. ആ റബ്ബിനെ അറിഞ്ഞ്, റബ്ബിനെ മനസ്സിലാക്കി, അവനെ ചിന്തിച്ച് തഖ്വയിലായി ജീവിക്കണമെന്ന് എന്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും എന്റെ പ്രിയപ്പെട്ടവരോടും ഓർമ്മപ്പെടുത്തട്ടെ. റബ്ബ് തന്ന ആയുസ്സ്, ആഫിയത്ത് എത്ര വലുതാണ്. അവൻ തന്ന ആരോഗ്യത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ഒരാൾക്ക് അവന്റെ സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ അവനിക്ക് അല്ലാഹുവിനെ അറിയാം, റബ്ബിനെ അറിയാം. അതുകൊണ്ട് മോമിനീങ്ങളെ, മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഒരു കാമല് നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി മൂവാണ്ട് പാർത്തോവർ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഖുർആൻ ഓതുന്ന സമയത്ത് ഉറക്കം വന്നു. ഉറക്കം വന്നപ്പോൾ
നിന്ന് ഖുർആൻ ഓതുന്നു. നിന്ന് ഖുർആൻ ഓതുമ്പോഴും ഉറക്കം വന്നു. അപ്പോഴതാ ഒരു കാലിൽ നിന്നിട്ട് ഖുർആൻ ഓതുന്നു. ഒരു കാലിൽ നിന്ന് ഖുർആൻ ഓതുമ്പോ ഉറക്കം വന്നാൽ വീണുപോകും. അപ്പൊ ഉറക്ക് തെളിയും, വീണ്ടും ഖുർആൻ ഓതും. അങ്ങനെ ഒരൊറ്റ കാലിൽ നിന്നിട്ട് ഒരു കാമല് നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ. ഒരു ഖത്മുൽ ഖുർആൻ ഒരു കാലിൽ നിന്ന് ഓതി തീർത്തു. സഹോദരന്മാരെ, ശൈഖ് ജീലാനി തങ്ങൾ ഇബാദത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗ സോപാനത്തിൽ കയറിയിട്ട് രാത്രിയും പകലും നീണ്ട ആരാധനകളാണ്, ഇബാദത്തിൽ അങ്ങ് മുഴുകുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നാൽ അവിടത്തെ കാല് നീര് കെട്ടിപ്പോകുന്നത് വരെ സുജൂദിൽ കിടക്കുമായിരുന്നു. നീണ്ട സുജൂദാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, ഒരു ദോഷവും ചെയ്യാത്ത, ഒരു ദോഷം ചിന്തിക്കാത്ത, സർവദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കപ്പെട്ട തങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അഫലാ അകൂനു അബ്ദൻ ശകൂറാ. ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ. അല്ലാഹു ഇത്രയും വലിയ നിഅമത്ത് ചെയ്തിട്ട് ആ നിഅമത്തിനെ മാത്രം ശുക്ർ ചെയ്യുന്നവനാകണ്ടേ ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു ചെയ്ത നിഅമത്തുകൾക്ക് അനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരല്പമെങ്കിലും നമ്മൾ അല്ലാഹുവിനിക്ക് ശുക്ർ ചെയ്ത് ജീവിക്കുന്നവരാകണം. ഹറാമിന്റെ പിന്നാലെ പോകരുത്, തെറ്റിന്റെ പിന്നാലെ പോകരുത്. ജീവിതത്തിൽ വല്ലപ്പോഴും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരാണല്ലോ, തെറ്റുകൾ ഉണ്ടാകാം, സംഭവിച്ചിട്ടുണ്ടാകാം. ആ തെറ്റുകളിൽ നിന്ന് ഖേദമുണ്ടായി റബ്ബിലേക്ക് തൗബ ചെയ്ത്, അല്ലാഹ് ഞാൻ ഇന്ന ചെയ്ത തെറ്റുകളൊക്കെ ചെയ്തു പോയി എന്ന് റബ്ബിനോട് പറഞ്ഞ് തൗബ ചെയ്ത്, കരഞ്ഞ് കരഞ്ഞ് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുക. അർഹമുർ-റാഹിമായ ജല്ല ജലാലായ രാജ സയ്യിദായ അല്ലാഹ്, നമ്മുടെ ഈ സദസ്സ് നീ സ്വീകരിക്കണം റഹ്മാനേ, ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങൾ പാപികളും ദോഷികളുമാണ് അല്ലാഹ്, നിന്റെ റഹ്മത്ത് വിശാലമാണ് റബ്ബേ. ആ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ് എന്ന് മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.